മാർക്കറ്റിൽ ഞാൻ 40 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുക. മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. എവിടുന്ന്? ലക്ഷദ്വീപ്. പല ഐറ്റം എല്ലാ സ്റ്റേറ്റിലെയും സകല ഐറ്റവും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒറ്റ സൈഡിലായിട്ട് നമുക്ക് കിട്ടാം. 1979 കടകളാണ്, ചെറിയ കടയിൽ നിന്ന് തുടങ്ങിയാണ്. ഇപ്പോൾ കോടീശ്വരനായി. എറണാകുളത്ത് കിട്ടാത്ത ഒരു സാധനവും ഇല്ല. 100-ൽ പരം പാർക്കിംഗ് ഏരിയ ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ബിൽഡിംഗിൽ കിട്ടും എന്നുള്ള ഒരു സൂചന തന്നതാ. നമ്മുടെ ടെക്സ്റ്റൈലിലെ എ മുതൽ സെഡ് വരെയുള്ള എല്ലാ ഐറ്റവും ഇവിടെ ലഭ്യമാണ്. 24 വർഷക്കാലമായി ഇവിടെ എറണാകുളം മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അതെ അതെ, മാർക്കറ്റിലത്തെ ബണ്ടലുകൾ. എറണാകുളം മാർക്കറ്റിലെ ഏറ്റവും ആദ്യത്തെ കോംപ്ലക്സ് ആണത്. 100 കാറ് പാർക്ക് ചെയ്യാൻ പോരെ. എറണാകുളത്തിന്റെ ഒരു പ്രമുഖ വസ്ത്രാലയമാണിത്. ഇത് ഫുൾ ക്രിസ്മസിന്റെ കളക്ഷൻസ്. 80കളിൽ തുടങ്ങിയ കടയാണ് ഇത്. 50 വർഷമായ കടയാണ് ഈ ഒരു ഷോപ്പ്. നിങ്ങളെ സ്ഥിരം കാണാറുണ്ട്. 500 കടകളാണ് ഇപ്പൊ നിലവിലുള്ളത്. ഞാൻ ജോലിയെടുത്ത കടയും കൂടിയാണത്. DD വസ്ത്രമാൾ ബിൽഡിംഗ് ആണ് കേട്ടോ കാണുന്നത്. ഓ, ഏറ്റവും കൂടുതൽ ഇപ്പം എക്സ്പോർട്ടേഴ്സ് പോലും വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് എറണാകുളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും നല്ല മാർക്കറ്റാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള മെൻസിന്റെ വെറൈറ്റീസ് വരുന്ന ഒരു മാർക്കറ്റാണത്. ഈ ഒരു ബിൽഡിംഗ് പറയുമ്പോൾ ഒരു 6 ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട്, ടോപ്പ് ഐറ്റംസ് ഉണ്ട്. അവരില്ലാണ്ട് ഈ ഒരു എറണാകുളം മാർക്കറ്റ് ഇല്ലാന്ന്. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളത്തെ ബിഗ്ഗസ്റ്റ് മാർക്കറ്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എറണാകുളം ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, കേരളത്തിലത്തെ ബിഗ്ഗസ്റ്റ് ടെക്സ്റ്റൈൽ മാർക്കറ്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്, KTGA. അപ്പൊ ഈ ഒരു KTGA എറണാകുളം ടെക്സ്റ്റൈൽ ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് വരാനുള്ള വഴി കുറെ പേർക്കൊക്കെ സംശയമുണ്ട്. ഇന്ന് ആ തലപ്പത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും പിടിച്ചു കൊള്ളുന്ന ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങോട്ട് വരുമോ, നമുക്ക് റോഡിന്റെ നടുക്കിൽ നിന്നിട്ട് തന്നെ തുടങ്ങാം. അപ്പൊ ഈ ഒരു ഏരിയ ആദ്യം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. കുറെ വലിയ മാർക്കറ്റാണ്. എവിടെ നിന്നൊക്കെ വരുന്നത്, എങ്ങനെ കുറെ സംശയങ്ങളുണ്ട്, ഇവിടെ എന്തൊക്കെ കിട്ടും, അങ്ങനെ എന്തൊക്കെ സംശയങ്ങളുള്ള ഒക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇനി ഇവരാരൊക്കെയാണ് എന്താണെന്നുള്ളത് ഇവിടെ തന്നെ പരിചയപ്പെടാം. നമുക്ക് ഒന്ന് പേര് പരിചയപ്പെടുത്തിയോ? എൻ്റെ പേര് നവാബ് ജാൻ. ഞാൻ ടെക്സ്റ്റൈൽ അസോസിയേഷൻ്റെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ്. കേരള ഈ മാർക്കറ്റിൻ്റെ കാര്യത്തിലേക്കാണ് നമുക്ക് കടക്കേണ്ടത്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മാർക്കറ്റും എല്ലാവിധ ടെക്സ്റ്റൈൽ സംബന്ധമായ ഗാർമെൻറ്റ്സ് സംബന്ധമായ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഓക്കെ, KTGയുടെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റായ ജോൺസൺ ചേട്ടനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരിചയം ഉണ്ടാവും. ഈ ഒരു വീഡിയോയിൽ ഈ സമയത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ബ്രോഡ്വേ സിറ്റിയിലുള്ള ഈ വ്യാപാര മേഖലയെ പൂർവ്വം ശക്തി പ്രാപിക്കുവാൻ വേണ്ടി ഓരോ വ്യാപാരികളും ഇന്ന് ഈ നഗരത്തിലേക്ക് എത്തുമ്പോൾ വേണ്ടുന്ന എല്ലാവിധ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മൾ ഈ ടെക്സ്റ്റൈൽ മേഖലയെ പൂർവ്വം ശക്തി പ്രാപിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ KTGയുടെ എറണാകുളം ജില്ലാ ട്രഷറാണ്. ഈ നമ്മുടെ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള മാർക്കറ്റാണ്. ഇന്ന് നമ്മുടെ ഈ മാർക്കറ്റ് വളർന്ന് പന്തലിച്ച് ഏകദേശം 500ഓളം വ്യാപാരികൾ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ മാർക്കറ്റിലെത്തിയാൽ നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു റീറ്റെയിൽ വ്യാപാരിക്കും അവരുടേതായ കച്ചവടത്തിനെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും, അതായത് ടെക്സ്റ്റൈൽ ഐറ്റം, അതുപോലെ ഗാർമെൻറ്റ്സ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഐറ്റംസ്, അതുപോലെ എറണാകുളത്ത് സ്പെഷ്യലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുർത്തീസ്, അതുപോലെ തന്നെ ജെൻസ് ഐറ്റംസ്, കുട്ടികളുടെ ഐറ്റം, എന്തും ഈ മാർക്കറ്റിൽ നമുക്ക് ശരിക്കും റോട്ടിൽ കൂടെ നടന്ന് അങ്ങോട്ട് എന്തൊക്കെ ഇവിടെ കിട്ടുന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ്. ഇനി രണ്ടാളും കൂടി ഉണ്ട്. ആക്ച്വലി ഇതിൽ തീരുന്നില്ല, ഇഷ്ടം പോലെ മെമ്പേഴ്സ് ഉണ്ട്. വരും, ഒന്ന് ജസ്റ്റ് ഒന്ന് പേരെങ്കിലും പറഞ്ഞൊന്ന് പരിചയപ്പെടും. എൻ്റെ പേര് ഷിൻ, ഞാൻ ഇവിടുത്തെ ട്രഷററാണ് KTGയുടെ. അപ്പം എല്ലാവരും ഇവിടെ വരിക, എറണാകുളം മാർക്കറ്റിൽ വരിക, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. സ്വാഗതം. വരൂ, ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ പേര് ഷെഫീഖ്, ഞാൻ KTGയുടെ ഭാരവാഹിയാണ്. ഇനി ഇവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. പക്ഷെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെ ഐറ്റംസ് എങ്ങനെ വന്ന, ഏത് റോട്ടിൽ കൂടെ വന്ന, അതുപോലെ ഈ ഒരു കേരള ബിഗ്ഗസ്റ്റ് എറണാകുളം മാർക്കറ്റിന്റെ നമുക്കൊരു ഹിസ്റ്ററിയും കൂടിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട്, വണ്ടിയിൽ നിന്ന് വരുമ്പോൾ എങ്ങനെ വരും, ബസ്സിൽ നിന്ന് വരുമ്പോൾ, ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ, ട്രെയിനിൽ വരുമ്പോൾ ഒക്കെ എങ്ങനെ എത്തിപ്പെടാന്നുള്ളത്. അപ്പം ഇതാണ് നമ്മൾ മെയിൻ ഇപ്പം നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ക്ലോത്ത് ബസാർ, ഇത് ഈ ഒരു ബസാർ ക്ലോത്ത് ബസാർ റോഡ് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുന്നതാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ശരിക്കും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി അവിടെ നിന്ന് പറയുമ്പോൾ ഒരു O1 ബേക്കേഴ്സ്, സീലോഡ് ഹോട്ടൽ,
ഓവൻ ബേക്കറി, അതിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴി കൂടി നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാം. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അമ്പലം, എറണാകുളം തിരുമൽ ദേവസ്വം. അപ്പൊ നമുക്ക് ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടത്തെ പ്രത്യേകത എന്ന് പറയാനായിട്ട് നമുക്ക് എറണാകുളം മാർക്കറ്റ് സീസൺ അനുസരിച്ചിട്ട് എല്ലാ ഐറ്റംസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂ ഇയർ സീസൺ ആണ്. അപ്പൊ അതിന്റെ ഹോൾസെയിൽ ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ടെക്സ്റ്റൈൽ മാർക്കറ്റിനോടൊപ്പം തന്നെ ഇവിടെ ചുറ്റും എന്തൊക്കെ കിട്ടുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷന്റെ എല്ലാ ഐറ്റങ്ങളും സീസണിൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെ, ഇതൊന്നല്ല കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ ഈ ഒരു എറണാകുളം ടെക്സ്റ്റൈൽ മാർക്കറ്റ് കൂടാണ്ട് ചുറ്റും നമുക്ക് എന്തൊക്കെ മാർക്കറ്റ് കാണാൻ പറ്റും? മേത്ര ബസാർ ഉണ്ട്. നമ്മളുടെ ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ട് തയ്ക്കാൻ അല്ലാതെ മാനുഫാക്ചറിങ് ചെയ്യാനുള്ള മുഴുവൻ ആക്സസറീസും നമ്മൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ സാധനങ്ങളും നമുക്ക് ഈ എറണാകുളം മാർക്കറ്റിൽ വന്നാൽ നമുക്ക് പർച്ചേസ് ചെയ്ത് പോകാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്പ്ലേ കാണാൻ വിട്ടുപോയി. ഡിസ്പ്ലേയിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ഇവിടെയും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. കസ്റ്റമേഴ്സ് ആണ്. ഹായ്, എന്തായാലും ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് വരുമോ? ഒന്നുകൂടി കേട്ടില്ല കേട്ടോ. നിങ്ങളെ സ്ഥിരം കാണാറുണ്ട്. എറണാകുളം മാർക്കറ്റിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഒന്നരയോടെ വരുന്നുണ്ട്. പോരാ, ഇതിനപ്പുറത്ത് ഞാൻ എന്താ പറയണ്ടേ? ഇനി ഇവിടെ വരാനുള്ള റീസൺ എന്താണ്? നിങ്ങൾക്ക് ഇവിടുത്തെ ഇഷ്ടംപോലെ വെറൈറ്റീസ് വന്നിട്ടില്ല. പോരെ, അപ്പൊ എല്ലാവരും ഞങ്ങൾ ഒന്നരം വന്ന് പുതിയ കളക്ഷൻ എടുത്തുള്ളൂ. അതെ, അപ്പൊ എറണാകുളം മാർക്കറ്റിൽ വരുമ്പോ പ്രൈസ് വൈസ് ക്വാളിറ്റി വൈസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. അതെ, പോരാ. ഇനി ഇതിനപ്പുറം ഞാൻ ഒന്നും ചോദിക്കില്ല. എന്തായാലും പേര് പറ്റും. എന്റെ പേര് കിഡ്സ് ആൽബി. ഞങ്ങൾ കിഡ്സ് ലാൻഡ് എന്ന ഷോപ്പ് നടത്തുന്നത്. ഫാമിലി ഷോപ്പാണ്. എവിടെ സ്ഥലം? ഇവിടെ അടുത്ത് തന്നെയാണ്, നീർക്കോട് എന്ന് പറയാം, വരാപ്പുഴ സൈഡ്. പേരും കൂടി പറഞ്ഞോ. കിഡ്സ് ലാൻഡ്. അല്ല, ചേട്ടന്റെ പേര്? എന്റെ പേര് ആൽബി. ആൽബി ചേട്ടൻ, താങ്ക് യു. ഇനി അധികം നേരം നിൽക്കാൻ പറ്റില്ല, കാരണം മൊത്തം കവർ ചെയ്യാനുള്ള. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ ഗാർമെന്റ്സ്, അതുപോലെ തന്നെ സ്കൂളിന്റെ ഡ്രസ്സസ്, കുർത്തീസ്, സാരീസ്, വെസ്റ്റേൺ വെയർസ്, അങ്ങനെ എല്ലാ തരം ഐറ്റംസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് ഡമ്മീസ് മാത്രം, മാനിക്യൂർ എന്ന് വെച്ചാൽ ഒരു ഷോപ്പ് നടത്തുകയാണെങ്കിൽ അവർക്കുള്ള ആക്സസറീസ് ആണ് ഈ ഒരു ഫുൾ കട. അതെ, ഹായ് പറഞ്ഞു. ഹായ്. ഇതെന്താ ഐറ്റം? പാക്കിങ്ങിന്റെ നമ്മുടെ വസ്ത്രങ്ങൾക്ക് പാക്ക് ചെയ്യാനുള്ള എല്ലാവിധ മെറ്റീരിയലുകളും ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് തുണി മാത്രമല്ല, തുണിക്കുള്ള എല്ലാ ആക്സസറീസും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡ് എന്താ? ഹാൻഡ്ലൂമിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഹാൻഡ്ലൂമിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് ഈ ഒരു സെക്ഷൻ. ഇതിലുണ്ട്. ഇതിന്റെ നമ്മള് കടയുടെ പേര് എടുത്ത് പറയുന്നില്ല, പക്ഷെ ഇവിടെ എല്ലാം ഐറ്റംസ് അവൈലബിൾ ആണ്. കാരണം കടയുടെ പേരെടുത്ത് പറഞ്ഞാൽ ഇന്ന് തീരില്ല. എത്രത്തോളം കടയുണ്ട് ഇവിടെ? എത്രത്തോളം കടയുണ്ട്? 500-നടുത്ത്. അതും ഓരോ ഹാൻഡ്ലൂം ഐറ്റങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇത് ഫുൾ ഹാൻഡ്ലൂം ഐറ്റംസ്. ഇത് ട്രോഫിയുടെ, പിന്നെ ഇത് ഫുൾ ഹാൻഡ്ലൂം ഐറ്റംസ് ആണ്. അതും ഒക്കെ ഹോൾസെയിൽ റേറ്റിന്, ഹോൾസെയിൽ പ്രൈസിനാണ് കിട്ടുന്നത്. റീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ വരണ്ട, കാരണം ഇത് ഫുൾ ഹോൾസെയിൽ മാർക്കറ്റ് ആണ്. നമ്മുടെ കേരളാസ് ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്. അപ്പൊ KTGയുടെ ഫുൾ ഫോം എന്താ? കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. ഇവർക്ക് അടിപൊളി ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഏതുനേരം ഇങ്ങനെ നമ്മുടെ മാഷാണ് ഏതുനേരം ഗുഡ് മോർണിംഗ്, അത് കേൾക്കുമ്പോൾ ഒരു രസം തന്നെയാ. ഇനി ഇപ്പുറത്തൊക്കെ എന്താ വെറൈറ്റീസ്? നൈറ്റീസ്, ഹാൻഡ്ലൂംസ്, അങ്ങനെ ഒരുപാട്. ഇതിന്റെ ഉള്ളിലും കടകളുണ്ട്. ഇതിന്റെ ഉള്ളിലും കടകളുണ്ട് അല്ലേ? ആ വഴിയൊന്ന് കാണിച്ചു കൊടുത്തോട്ടാ. ഈ വഴി ഒന്ന് കാണിച്ചു കൊടുത്തോ. ഫുൾ ഒന്ന് ജസ്റ്റ് ഈ വഴി കാണിച്ചു കൊടുത്തോ ഫുള്ളായിട്ട്. പോയിട്ട് വരാന്നല്ലേ? ഓക്കെ. ഈ ബിൽഡിങ്ങിന്റെ പേരെന്താ? GS ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ പുറമെ കാണുന്നത് മാത്രമല്ല, ഉള്ളിൽ നിറച്ച് കളക്ഷൻസ് ആണ്. അതും ഫുൾ നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെ വെറൈറ്റീസ് നോക്കാം. എല്ലാം ഉണ്ട്. മെയിൻ ഒരു കേന്ദ്രം. ഒരു കാര്യം കൂടി പറയേണ്ടത്, നമ്മൾ പുറമെ കാണുന്ന റോട്ടിക്കൂടെ കാണുന്ന കടകൾ മാത്രമല്ല, ഉള്ളിലും കടകളുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഓരോരോ കടകൾ മാത്രമേ കാണിച്ചു പോകുന്നുള്ളൂ. ഷോപ്പുകൾ ഇപ്പൊ ഇവിടെ വെച്ച് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുവാനായിട്ട് ഈ സൗകര്യം ഒരുക്കി തരികയാണ്. മെയിൻ റോഡിലല്ലാതെ ഇടവഴികളിലും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകൾ തന്നെ, ഹോൾസെയിൽ ഷോപ്പിംഗ് മാൾ തന്നെ ഉണ്ട്. അതെ, ഇഷ്ടം പോലെ ഉണ്ട്. 500 എന്ന് പറയുമ്പോൾ ഓരോരോ ബിൽഡിങ്ങിൽ തന്നെ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം നമുക്ക്. ഇത് ഫുള്ള് നമുക്ക് വരുന്നത് കിഡ്സ് അല്ല, ഇത് ജെൻസിന്റെ ആണ് കേട്ടോ. ജെൻസിന്റെ ഐറ്റങ്ങള്
നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് നേരിട്ട് വന്ന് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാം, പോവാം. മെയിൻ റോഡിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പൊ മെയിൻ ഉള്ളിലും ഇഷ്ടം പോലെ കടകളുണ്ട്, അതാണ് ഞാൻ സൂചിപ്പിക്കാൻ വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഈ നടക്കുന്ന വഴിയുടെ പേരറിയണ്ടേ? മാർക്കറ്റ് റോഡ്. ഇത് മാർക്കറ്റ് റോഡ്, ഇത് ഫുൾ മാർക്കറ്റ് റോഡാണ് കേട്ടോ. ഇതിന്റെ ഒരു പ്രമുഖ വസ്ത്രാലയമാണിത്. അതെ, ഇപ്പുറത്തേക്ക് നോക്കാം ആദ്യം. ഇപ്പുറത്തെ സൈഡില് പ്രമുഖ വസ്ത്രാലയം, അതെ, എറണാകുളത്തിന്റെ ഒരു പ്രമുഖ വസ്ത്രാലയമാണിത്. ഇത് പിന്നെ ഇതൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി വന്ന് എടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നോക്കിയേ, കൊച്ചിൻ കോംപ്ലക്സ്. ഈ ബിൽഡിങ്ങിന്റെ പേര് കൊച്ചിൻ കോംപ്ലക്സ്. ഓക്കെ, ഇത് എല്ലാം ഹോൾസെയിലാണ്. ഇത് മുകളിലെല്ലാം ഹോൾസെയിലാണ്. ഈ മുകളിലും കാണുന്നത്, താഴെയും എല്ലാം ഹോൾസെയിലാണ്. ഈ മുകളിൽ കാണുന്നത് എല്ലാതും ഹോൾസെയിലാണ്. ഫുൾ നിങ്ങൾക്ക് എന്തൊക്കെ കളക്ഷൻസ് വേണമെന്ന് വെച്ചാൽ ഈ പുറമെ കാണുന്ന ബിൽഡിംഗ് എല്ലാം ഉള്ളിലേക്ക് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് തപ്പിയെടുക്കാൻ പറ്റും. പിന്നെ ബിഗ്ഗസ്റ്റ് ഷോപ്പുകളും ഉണ്ട്, അല്ലാത്ത ഷോപ്പുകളും. പക്ഷെ കയറി നോക്കാം, റേറ്റ് വൈസ് ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ മാർക്കറ്റ് റോഡിൽ കൂടെ, അപ്പൊ നമ്മൾ ക്ലോത്ത് ബസാർ തൊട്ടിട്ട് നമ്മളിങ്ങനെ മാർക്കറ്റ് റോഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി പാർക്കിംഗ് ഏരിയ ഇതൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. ഇനി അടുത്ത ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഫുൾ റെഡ് വൈറ്റ് ഇപ്പൊ കാണിക്കുന്നതിന്റെ ഈ റെഡ് ആൻഡ് വൈറ്റ് കാണിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം കണ്ട ഇപ്പൊ നല്ല ടോപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ഫുൾ ക്രിസ്മസിന്റെ കളക്ഷൻസ്. അപ്പൊ നമ്മളിപ്പോൾ ഈ മാർക്കറ്റിൽ ഉടനീളം ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഈ ക്രിസ്മസ് ടൈമിൽ റെഡ് ആൻഡ് വൈറ്റ് ആണ്, വൈറ്റ് കോമ്പിനേഷൻ. അപ്പൊ ഇപ്പൊ സീസൺ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് റെഡ് ആൻഡ് വൈറ്റിന്റെ കോമ്പിനേഷനാണ് കാണിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മൂന്നും കൂടി ഒരു ജംഗ്ഷനിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇത് കാണുന്നത് ഫുൾ മാർക്കറ്റ് റോഡാണ്. ഇനി മാർക്കറ്റ് റോഡിന് നല്ല തിരക്കുണ്ട്. മാർക്കറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഗോപാലപ്രഭു റോഡ് അല്ലേ, പിന്നെ ഇവിടുന്ന് നേരെ പോകുമ്പോൾ മാർക്കറ്റ് റോഡ്. അപ്പൊ ഇനി ഗോപാലപ്രഭു റോഡ്, ഓക്കെ, ഇവിടേക്ക് വരുമോ? ഗോപാലപ്രഭു റോഡ് ബോർഡ് കാണാം. അപ്പൊ മാർക്കറ്റ് റോഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഗോപാലപ്രഭു റോഡ് ജംഗ്ഷൻ ഇവിടെ കാണാം. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഇനി MG റോഡ് വഴിക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഗോപാലപ്രഭു റോഡിലേക്ക് എത്തേണ്ടത് അതും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്താലോ? നമുക്ക് അപ്പൊ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. MG റോഡിൽ നിന്ന് കയറി വരാനുള്ള വഴിയാണ് ഇത്. ഈ ഗോപാലപ്രഭു റോഡിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എറണാകുളം മാർക്കറ്റ് ടെക്സ്റ്റൈൽ മാർക്കറ്റിലേക്ക് നിഷ്പ്രയാസം വരാവുന്നതാണ്. അപ്പൊ നമുക്ക് MG റോഡ് വഴിക്ക് ഇനി എങ്ങനെയാ ഗോപാലപ്രഭു റോഡ് അതുപോലെ തന്നെ മാർക്കറ്റ് റോഡിലേക്ക് എത്താന്നുള്ളത് അതും കൂടി കാണിക്കാം. അപ്പൊ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോ നാലും കൂടിയ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ആക്ച്വലി MG റോഡ് വഴിക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാലും കൂടിയ ജംഗ്ഷനിലെത്തും. TD റോഡാണ് ശരിക്കും ഈ റോഡ് പറയുന്നത്. അപ്പൊ ആ റോഡ് TD റോഡ് വഴിക്ക് നമുക്ക് ഇവിടേക്ക് ജംഗ്ഷനിലെത്താം. ഇനി ഷെനാസ് എന്ന് പറയുന്നത് ഈ സൈഡിൽ കൂടെ വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു നാലും കൂടിയ ജംഗ്ഷനിലെത്താം. ഇനി ഇവിടെ ഒരു ഗോപാലപ്രഭു റോഡിന്റെ ഒരു ബോർഡ് കാണാം. നമുക്കിതാ ഗോപാലപ്രഭു റോഡിന്റെ ഒരു ബോർഡ് ഇവിടെയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വഴിക്ക് MG റോഡ് വഴിക്ക് വരാനും നമുക്ക് ഗോപാലപ്രഭു റോഡിലേക്ക് നേരത്തെ കാണിച്ച നമ്മളൊരു ബോർഡില്ല, ആ ബോർഡിലേക്ക് അങ്ങോട്ട് മുട്ടും. അപ്പൊ നേരെ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ഡിസ്പ്ലേയിൽ കുറെ കടകളും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ ഹിസ്റ്ററി ഒന്ന് അറിയണം, എത്ര കൊല്ലമായിട്ടുള്ളത്. എത്ര കൊല്ലമായിട്ടുള്ളത് ഒന്ന് ഇങ്ങോട്ട് വരുമോ? ആരെങ്കിലും ഒരാൾ വന്ന് പറയേ, നമുക്ക് നടന്നു പറയാം. നമ്മളെ ഈ മാർക്കറ്റിന്റെ ഇത് പറയുകയാണെങ്കിൽ ഉത്ഭവം തന്നെ ഒരു നൂറ്റാണ്ട് തന്നെ ആയിട്ടുണ്ട്. ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 80 കാലഘട്ടങ്ങളിലാണ് മാർക്കറ്റ് ഒരു ടെക്സ്റ്റൈൽ മാർക്കറ്റും ഗാർമെന്റ്സ് മാർക്കറ്റുമായിട്ട് അന്നൊക്കെ എത്ര കടകൾ ഉണ്ടായിരിക്കും? 10, 40, 50 കടകളെ ഉണ്ടായിരുന്നുള്ളൂ. അത് 50 കടയുള്ള സ്ഥാനത്ത് ഇപ്പൊ നമുക്ക് 500 കടകളാണ് ഇപ്പൊ നിലവിലുള്ളത്. അതെ, അതിന്റെ ഇടയിൽ ഡിസ്പ്ലേ കാണാൻ മറക്കണ്ട. ഇതാ ഇത് അടിപൊളി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ, ഒക്കെ ഹോൾസെയിൽ. അതെ മാർക്കറ്റിലത്തെ ബണ്ടലുകൾ ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പോഴും. വരൂ അതിന്റെ ഇടയിൽ കുറെ മെമ്പേഴ്സ് വരുവാ. കുറെ വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ എന്തൊക്കെ അന്വേഷിക്കണം അതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഇതാ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതാ ഇനി വരുമോ? അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഡിസ്പ്ലേയിലുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. കടയുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന സാധനം ഒക്കെ ഇവിടെ കിട്ടും. ഇനി ഡിസ്പ്ലേ ഒക്കെ ഹായ് പറഞ്ഞല്ലോ വരുമോ? ഇതാ ഡിസ്പ്ലേ കാണിക്കുന്നുള്ളൂ. ഇവിടെ എന്താ ഷർട്ടും കിഡ്സ് വെയർ ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷനിൽ മൊത്തം കിട്ടുന്നത് കേട്ടോ. കിഡ്സ് വെയറിന്റെ ഐറ്റംസ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഗോപാലപ്രഭു റോഡിലാണ്. അടുത്ത ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ സൈഡിലും ഡിസ്പ്ലേകളുണ്ട്. ഒക്കെ റെഡ് ആൻഡ് വൈറ്റ് ആണ് മെയിൻ ആയിട്ട് കാണാൻ പറ്റുക. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ക്രിസ്മസിന്റെ സീസൺ ആണ്. ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്കുള്ള ഞങ്ങൾ തയ്യാറെടുപ്പ് തുടങ്ങുന്ന വെച്ചാൽ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി
2 മാസം മുന്നേ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നുവെച്ചാൽ ഓരോ സീസണിലും സാധനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കളർ മാത്രം കാണാൻ പറ്റുന്നത്. അല്ലാത്ത വെറൈറ്റീസും ഇവിടെ ഉണ്ട്. ഡിസ്പ്ലേയിൽ നോക്കാം. ഇപ്പൊ റെഡ് വൈറ്റ് മാത്രമല്ല, ഞാൻ പറഞ്ഞ ആ സെയിം മോഡലിൽ തന്നെ ഇഷ്ടം പോലെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റീസ്. അപ്പൊ ഗോപാലപുരം റോഡിൽ വന്നു കഴിഞ്ഞാൽ ബിൽഡിങ് അതിന്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ. ഇപ്പൊ പുറമേ കാണുന്നത് മാത്രമല്ല, ഉള്ളിലും ഉണ്ട്. നമ്മൾ ഇതിലത്തെ കുറെ വീഡിയോസ് നമ്മുടെ ചാനൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കേണ്ട അല്ലാത്തതും ഉണ്ട് കേട്ടോ. ഇവിടെയും കുറെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കളക്ഷൻസ് അല്ലേ, അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ കളക്ഷൻസ്. പിന്നെ ഇപ്പഴത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ റണ്ണിങ് മെറ്റീരിയൽസ്, ഈ ഒരു സെക്ഷൻ ഫുൾ റണ്ണിങ് മെറ്റീരിയൽസിന്റെ സെക്ഷൻ ആണ് കേട്ടോ ഈ ഫുൾ വരുന്നത്. എന്നുവെച്ചാൽ അണ്ടർ ഗാർമെന്റ്സ് ആയാലും കിഡ്സ് വെയർ ആയാലും വെസ്റ്റേൺ വെയർ ആയാലും അൺസ്റ്റിച്ചഡ് കുർത്തീസ്, റെഡിമെയ്ഡ് കളക്ഷൻസ്, നൈറ്റീസ്, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊരു വലിയ മാർക്കറ്റ് ഉണ്ടാകും. നടന്നാലും തീരില്ല നമുക്ക്. ഇനി പാർക്കിംഗ് സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബിൽഡിങ്ങിന്റെ താഴത്ത് നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇല്ലേ? പാർക്കിംഗ് സൗകര്യം ഒക്കെ ഇല്ലേ? അതിനൊന്നും ടെൻഷൻ അടിക്കില്ല. പാർക്കിങ്ങിനെ പറ്റി ടെൻഷനേ വേണ്ട. വണ്ടി ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. വണ്ടിയായിട്ട് വന്നാൽ മതി. എറണാകുളത്ത് നന്നായിട്ട് പാർക്ക് ചെയ്ത് ഇവിടുത്തെ ഡിസ്പ്ലേ ഒന്ന് കണ്ടിട്ട് പോവാം. നല്ല വെറൈറ്റി ഡിസ്പ്ലേസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നടന്ന് പറയാം നമുക്ക്. ഇതൊന്നും എടുത്തോളൂ ഡിസ്പ്ലേ. അതൊന്നും എനിക്ക് ക്ലിയർ ചെയ്യാണ്ട്. ഇനി നമ്മളെ ട്രെയിൻ വഴിക്ക് വരാണെങ്കിൽ ഏത് സ്റ്റേഷനിൽ ഇറങ്ങണം? സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം, നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും നമുക്ക് മാർക്കറ്റിലേക്ക് വരാനായിട്ട് വളരെ അടുത്താണ്. ഇനി ഇപ്പൊ ഈ മാർക്കറ്റിൽ വരാനായിട്ട് നോർത്ത് സൗത്ത് ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോയിൽ വരണല്ലോ. അപ്പൊ അവരോട് എന്താ പറയണ്ടേ? ഹോട്ടലിൽ വരാന്ന് വെച്ചാൽ മാർക്കറ്റ്, നമ്മുടെ സിറ്റി മാർക്കറ്റിൽ പോകുന്ന ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയണം, എറണാകുളം ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് എടുത്ത് പറയണം അല്ലെ. ഞാൻ എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും അറിയാം, എല്ലാ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ മാർക്കറ്റിനെ കുറിച്ച്. ഇനി ഇത് നോക്കിയാൽ ഇത് ഫുൾ റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. കോട്ടന്റെ വെറൈറ്റീസ് വേണമെന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷനിലേക്ക് പോവാം. വണ്ടികളും ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായക്കാരനൊക്കെ ഉണ്ട്, നമുക്ക് ചായ കൊണ്ടുവരും. ഞാൻ തന്നെ പോവാം. നിങ്ങള് കോട്ടൺ ജയ്പൂരി ഐറ്റംസ് കിട്ടുന്ന ഒരു റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഏരിയ ആണ് ഈ ഒരു സെക്ഷൻ. നമ്മുടെ ഇവിടുത്തെ ഓണർ ഇവിടെ ഉണ്ടാ? ജറോ ഇത്രാവണോ ചേട്ടാ, ബാറായി ജൽദി. വെറുതെ ഒന്ന് ഹായ് കാണിച്ചു പോവാ. കടയുടെ പേരൊന്നും നമ്മൾ എടുത്ത് പറയുന്നില്ല, ജസ്റ്റ് ഒരു ഹായ്. ഹായ് ബോലിയേ. ഓക്കെ നമുക്ക് ഇനി ഇങ്ങോട്ട് തിരിയാം. തിരക്ക് ഉമ്മർ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? വൈസ് പ്രസിഡന്റ് ആണ് കേട്ടോ. പേര് കേട്ടിട്ടുണ്ട് കുറെ. ഇങ്ങോട്ട് വരും. കൊറേ പേര് കേട്ടിട്ടുണ്ട്. ക്യാമറ എവിടെയാ? അപ്പൊ അങ്ങോട്ട് തിരിയേണ്ടി വരും. ഇങ്ങോട്ട് വരും. പേരൊന്ന് പരിചയപ്പെടുത്തിക്കോ. എന്താണ് പൊസിഷൻ? വൈസ് പ്രസിഡന്റ് ആണ്. ചെറുതായിട്ട് അതെ. അതിന് ക്ഷമൊന്നും വേണ്ട, ഞങ്ങൾക്കൊരു ബിരിയാണി മതി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഇതൊക്കെ മാർക്കറ്റിൽ പെടുന്നതല്ലേ? ഇതൊക്കെ മാർക്കറ്റിൽ പെടുന്നതാണ് കേട്ടോ. ഇത് ഹോൾസെയിൽ റേറ്റിനൊക്കെ അവിടെ. ഇപ്പൊ രാവിലത്തെ സമയം ആയതുകൊണ്ടാണ് ഇത്ര തിരക്കുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. പിന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി കാറായിട്ട് വരുമ്പോ എങ്ങനെയൊക്കെ പാർക്കിംഗ് പെയ്ഡാണോ അല്ലാതെ എങ്ങനെയാ? അല്ലാത്തതുണ്ട്. കടകളിലും പാർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് പാർക്കിംഗ് ഉണ്ട്. തിരക്കോണ്ട് വണ്ടി ഓടിക്കാൻ വന്ന എന്റെ അടുത്തേക്ക് റോങ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കണ്ടേ? വെള്ളം കൊണ്ടുവന്നതാ ഞങ്ങക്ക്. ഓക്കെ, അപ്പൊ ഈ കടകൾ നമ്മൾ മിസ് ചെയ്ത് പോണ്ട. ഈ കടയിലും എന്തോ എനിക്ക് തോന്നുന്നത് ഫുൾ ധോത്തീസിന്റെ കളക്ഷൻസ് ആണ്. ഇപ്പുറത്തെ സൈഡ് ആണെങ്കിൽ നമുക്ക് പാൻസ് ഇന്നർ വെയറിന്റെ സെക്ഷൻ ആണ് ഈ ഒരു ഫുൾ സെക്ഷൻ. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇതൊരു പഴയ 80കളിൽ തുടങ്ങിയ കടയാണ് ഇത്. ഇതൊക്കെ പഴയ കാലത്തെ കടകളാണ്, പക്ഷെ എല്ലാ കളക്ഷൻസ് കിട്ടും. എല്ലാ സാധനവും ഇത് പുതിയ സെക്ഷനാണ്, വീഡിയോ എടുക്കേണ്ടത്. എനിക്ക് ഇനി ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മൾ സാധാരണ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ ബൈ ഹാൻഡ് കൊണ്ടുപോകാണ്ട് അല്ലാണ്ട് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ട് ഒന്ന് പറയണമെന്നുണ്ട്. ബൈ ഹാൻഡ് കൊണ്ടുപോകുന്നത് നമ്മൾ വണ്ടിയായിട്ട് വന്നാൽ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ അതിനകത്ത് കടക്കാർ എവിടെയാ പാർക്കിംഗ് വെച്ചാൽ അവിടെ എത്തിച്ചു കൊടുക്കും. അതേസമയം നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും നമുക്ക് ഡെയിലി സർവീസുകളുണ്ട്. ഇന്ന് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത സാധനം നാളെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരത്തിനുള്ളിൽ എല്ലാ ഷോപ്പുകളിലും എത്തിച്ചു കൊടുക്കാനുള്ള
സൗകര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡെയിലി സർവീസസ് ഉള്ള ഒരു മാർക്കറ്റാണിത്. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടിനും ബുദ്ധിമുട്ടില്ല. ഇനി ബൈ ഹാൻഡ് വേണമെങ്കിൽ അതും കൊണ്ടുപോവാം. ഇനി കേരളത്തിന്റെ പുറത്തേക്കാണ് നിങ്ങൾക്ക് സർവീസ് വേണമെന്ന് വെച്ചാൽ ഓൺലൈൻ ഫെസിലിറ്റീസും ഉണ്ട്. അതുപോലെ നേരിട്ട് വരാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരമായിരിക്കും. അതുപോലെ കിഡ്സ് വെയറിന്റെ സെക്ഷൻ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സെക്ഷനാണ് കിഡ്സ് വെയറിന്റെ സെക്ഷൻ. കംപ്ലീറ്റ് ബോയ്സ് ആൻഡ് ഗേൾസിന്റെ ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ട് ഒന്നുകൂടി പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര ഡേയ്സിന്റെ ഉള്ളിൽ കിട്ടും? കേരളത്തിന്റെ പുറത്തേക്കുള്ളതൊക്കെ ഡിപ്പെൻഡബിൾ ആണ്. അതായത് ഇപ്പോൾ കേരളത്തിന്റെ പുറത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൂടുതലും തമിഴ്നാട് അതുപോലെ തന്നെ കർണാടകയുടെ ചില ഭാഗങ്ങളിലേക്കാണ് കൂടുതൽ സാധനം പോകുന്നത്. പിന്നെ കൂടുതലും പോകുന്നത് GCCയിലേക്കാണ്. GCCയിലേക്കൊന്ന് പോകുന്നതിന് അതിനിവിടെ ഏജൻസി ഉണ്ട്. അവർ സാധനം എടുത്തിട്ട് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ വഴി ബുക്ക് ചെയ്തോളും. ബുക്ക് ചെയ്ത് കൊണ്ടുപോകണു സാധനങ്ങള്. നമ്മുടെ യൂണിയൻ ചേട്ടന്മാരാണ് കേട്ടോ നമുക്ക് വേണ്ടി ഫുൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഒരു ഹായ് കൊടുത്തോ ക്യാമറയില്. പോട്ടെ സാധനങ്ങൾ പോട്ടെ, വേഗം പോട്ടെ. ആ അപ്പൊ ഫുൾ ലോഡ് നിറയെ സാധനങ്ങൾ നോക്കിയേ, ഫുൾ ലോഡ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോഡുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സീസൺ ആരംഭിച്ചു. നമ്മുടെ ചായ ചേട്ടാ ഒന്ന് ഹായ് പറഞ്ഞോ. എനിക്ക് എപ്പോഴും ചായ കൊണ്ടുവരുന്ന ചേട്ടനാ, ചേട്ടനെ മിസ് ചെയ്യണ്ട, നിങ്ങൾക്കും ചായ തരൂട്ടാ. DD ബസാർ. ഇത് ഞങ്ങളുടെ ടെക്സ്റ്റൈലിന്റെ ഓഫീസ് ഇവിടെ തന്നെയാണ്. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് നിലനിൽക്കുന്ന ബിൽഡിംഗ് ആണിത്. ഈ ഓഫീസ് നിങ്ങളുടെ നിലനിൽക്കുന്ന ബിൽഡിംഗ് ആണെങ്കിൽ ഒന്ന് കേറിട്ട് പോകണം കുഴപ്പമില്ല. അപ്പൊ പോവാ, വരുമോ? വെറുതെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ആ ഇത് ഉള്ളിലേക്ക് കയറണോ? മൊത്തത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. കാരണം എല്ലാതും കയറി പറയാനായിട്ട് സമയമില്ല. നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പക്ഷെ ഇവിടെ എത്ര കടത്തോളം ഉണ്ടാവും? ഇവിടെ 100 കടകളുണ്ട്. 100 കടകളുണ്ട്. അപ്പൊ ഈ ഒരു DD ബസാറിൽ 100 കടയിലും മേലെ ഉണ്ട്. അതിൽ കുറെ ഒക്കെ എല്ലാ ഐറ്റംസും കിട്ടും. നമുക്ക് കിഡ്സ് വെയറിന്റെ ആയാലും ജെന്റ്സിന്റെ ആയാലും റണ്ണിങ് മെറ്റീരിയൽസ് അങ്ങനെ എല്ലാ ഐറ്റംസ് ഇവിടെ കിട്ടും അല്ലേ? അപ്പൊ ഇതൊരു DD ബസാർ ബിൽഡിംഗ്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിഡ്സ് വെയറിന്റെ ഒരു കളക്ഷൻസ് ഉണ്ട്. ഭയ്യ ഹായ് പോലെയേ, കിഡ്സ് വെയറിന്റെ കളക്ഷൻസ്. അപ്പോൾ എത്ര ഏജ്? വലിയ ഏജ് വരയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 14 വയസ്സ് വരയ്ക്ക് ഉള്ളതുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നടന്നു പോവാം. പൊക്കം പറഞ്ഞാണ് മുമ്പ് നടക്കാൻ നിങ്ങൾ. അയ്യോ ഇനി നമ്മൾ ഇങ്ങനെ ഗോപാല പ്രഭു റോഡിൽ കൂടെ വരും. ഇതിന്റെ ഒരു ലാൻഡ് മാർക്ക് കൂടി പറയാം. ലാൻഡ് മാർക്ക് വരുന്നത് മലബാർ ഹൗസ് ആണ് കേട്ടോ. ഈ കാണുന്നത് മലബാർ ഹൗസ്. അടിപൊളി ബിരിയാണി കിട്ടും. ബിരിയാണി ഉണ്ട്, സാപ്പാടും ഉണ്ട്, എല്ലാതും ഉണ്ട്. ഒക്കെ അവനവന്റെ കാശ് കൊടുത്ത് നിന്നോളൂ, ആരും ഫ്രീ ആയിട്ട് തരില്ല. ഈ കൊച്ചിൻ കോംപ്ലക്സ് എന്ന് പറയുന്ന ബിൽഡിംഗ് ആണിത്. എറണാകുളം മാർക്കറ്റിലെ ഏറ്റവും ആദ്യത്തെ കോംപ്ലക്സ് ആണിത്. ഇവിടുന്നാണ് ഒരുമാതിരിപ്പെട്ട കച്ചവടക്കാരെല്ലാം, ഇവിടുത്തെ വലിയ വലിയ വ്യാപാരികളൊക്കെ എല്ലാം കച്ചവടം ചെയ്ത് ഇപ്പൊ പുതിയ ബിൽഡിംഗിലേക്ക് മാറിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ കിട്ടുന്ന ഐറ്റംസ് നമുക്ക് പുറത്ത് തന്നെ ഡിസ്പ്ലേയിൽ കാണാം. അപ്പൊ ഇവിടെ നമുക്ക് ഡമ്മീസും അതുപോലെ തന്നെ കുട്ടികൾ ഐറ്റംസ്, കിഡ്സ്, അങ്ങനെ എല്ലാ ഐറ്റംസ് ഈ ഒരു ബിൽഡിംഗിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റും നമുക്ക് കടകളൊക്കെ ഉണ്ട്. തിരക്കുണ്ട് കേട്ടോ. അതിന്റെ ഇടയിലാണ് ഈ ഷൂട്ട് കാര്യങ്ങളൊക്കെ. തിരക്ക് നോക്കിയാൽ നിങ്ങള്, തിരക്ക് മാർക്കറ്റിൽ വന്ന ഇതാണല്ലേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. എപ്പോഴും തിരക്കും കാര്യങ്ങളും കസ്റ്റമറുകളെല്ലാം എപ്പോഴും ഇടപഴകിക്കൊണ്ടേയിരിക്കണം. ഇനി ഈ തിരക്കിന്റെ ഒന്നുകൂടി നമുക്ക് തിരക്ക് കൂട്ടാനായിട്ട് നിങ്ങളെല്ലാരും ഇങ്ങോട്ട് അടിച്ചു കയറി അല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഷോപ്പ് പുറമെ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം ഒന്ന് എടുത്തത്. കടയുടെ പേര് പറയുന്നില്ല. ഇത് ടോപ്സ് കിട്ടുന്നത്. ഓക്കെ, ടോപ്സ് കിട്ടുന്ന ഏരിയ. പിന്നെ ഇതെന്ന് പറയുന്നത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ ഒരു ഏരിയ. പിന്നെ ഇവിടെ മാനുഫാക്ചേഴ്സ് ഉണ്ട്. ആ മാനുഫാക്ചർ ചെയ്ത ഐറ്റംസ് ആണ് ഇറക്കിക്കൊണ്ടിരിക്കണേ. നല്ല സ്പീഡിൽ ഇറക്കിക്കോട്ടെ ചേട്ടന്മാരെ. അതാ മാർക്കറ്റിൽ ഇങ്ങനെ സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എക്സാക്ട് ഇപ്പൊ നിൽക്കുന്നത് ഗോപാല പ്രഭു റോഡും അതുപോലെ മാർക്കറ്റ് റോഡിന്റെ ജംഗ്ഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഇതെല്ലാം എടുക്കേണ്ടത് എനിക്ക് പൊന്നില്ലെങ്കിൽ ഞാൻ പൊന്നിച്ചേനെ. ഇത് ഫുള്ളൊന്ന് മുകളിലൊന്ന് നമുക്ക് ഓടിച്ച് കാണാം കേട്ടോ. ഫുൾ ഇത് ഈ ബിൽഡിങ്ങിന്റെ പേര്. അതെ, ഹായ് കൊടുത്തോട്ടോ എല്ലാരും. ഇവിടെ ഒരു ഹായ് കൊടുത്തോ. ഇവിടെ ഒരു തല കാണുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ജംഗ്ഷനാണ്. ഇപ്പൊ ഈ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു ലാൻഡ് മാർക്ക് പറയാം. നമ്മുടെ പോലീസ് ചേച്ചി ഈ ചേച്ചിയില്ലേ എന്നെ വണ്ടി ഇവിടെ അങ്ങോട്ട് കടത്തി പിടിക്കാറില്ലേ. കാരണം എന്താണെന്നറിയോ, ഇത് വൺ വേ
ചേച്ചിയുടെ പേര് പറഞ്ഞേ? ബബിത. ബബിത 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 ബബിത. അപ്പൊ ഇവിടെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ബബിത ചേച്ചിനെ നമ്മുടെ പോലീസ് ചേച്ചിനെ ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു സൈഡിൽ കൂടെ പോവാണെങ്കിൽ വണ്ടിയായിട്ട് പോകുമ്പോൾ 1 വേ ആണ്, അങ്ങോട്ട് കടത്തി വിടില്ല. അപ്പൊ തിരിച്ചു വരേണ്ടി വരും. അതൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. നമ്പറൊക്കെ KTG ആരെയിലൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ചേട്ടന്റെ പേര് പറഞ്ഞില്ല? ബിജു ടെക്സ്റ്റൈൽസ്. ബിജു ടെക്സ്റ്റൈൽസ് അല്ല, ഞാൻ ചേട്ടന്റെ പേരാ ചോദിച്ചത്. യേശുദാസ് ചേട്ടാ, ഇവിടെ മാർക്കറ്റിൽ എത്ര നാളായി വന്നു തുടങ്ങിയിട്ട്? ഞാൻ 40 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുക. 40 വർഷമായിട്ട് 40 വർഷമായിട്ട് ഒരു വ്യക്തി തന്നെ ഈ കേരളത്തിലത്തെ ബിഗ്ഗസ്റ്റ് ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ വരുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവുമല്ലോ. ആ ഗുണം എന്താ? തീർച്ചയായിട്ടും നല്ല ഗുണമുണ്ട്. എല്ലാ വെറൈറ്റിയും കിട്ടും. ന്യായമായിട്ടുള്ള വിലയ്ക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്ഡേറ്റ് ഫാഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. പോരെ, സീസൺ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറി മാറി ഐറ്റംസ് കിട്ടോ? നല്ല ഐറ്റം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അതിനല്ലേ ദൂരം നമ്മൾ ഇവിടെ വരിക. എവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ? ആറന്മുള എന്ന് പറയുന്ന സ്ഥലം. ആറന്മുള എവിടെയായിട്ട് വരും? പത്തനംതിട്ട ഡിസ്ട്രിക്ട്. അത്ര ദൂരത്ത് നിങ്ങൾ വന്നതിന് താങ്ക് യു ചേട്ടാ. എല്ലാ ആശംസകളും. അപ്പൊ ഇനി നമുക്ക് ഈ സൈഡിൽ നിന്നും പഠിക്കണം, ഈ സൈഡിൽ നിന്നും പഠിക്കണം. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഒരു ഷോപ്പ് തന്നെയാന്ന് അല്ല, 3-4 ഷോപ്പ്, 3 ഷോപ്പായിട്ടാണ് കേട്ടോ ഇതുള്ളത്. അതിൽ ഫുൾ കുർത്തീസ് വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ് ആണ്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. മാർക്കറ്റിൽ തിരക്കുള്ളതുകൊണ്ടാണ് വീഡിയോ കറക്റ്റ് ആവാത്തത്. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ കുർത്തീസും അതുപോലെ കിഡ്സ് വെയറിന്റെ കളക്ഷൻസ്, അങ്ങനെ ഈ 2 സൈഡായിട്ട് ഇഷ്ടം പോലെ കടകളുണ്ട്. ഇനി ഇവിടെ നമ്മൾ നേരെ പോയാലാ ഇവിടെ ഇതിന്റെ ഇടയിൽ ഒരു ഷർട്ടിന്റെ ഒരു കടയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സൈഡിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ഇത് ഈ സൈഡിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ഈ റോഡിന് എന്താ പറയാ? ഇത് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് കേട്ടാ, എനിക്കറിയാം ലിങ്ക് റോഡ്. അപ്പൊ ഈ ഒരു വഴി പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡാണ്. ഇവിടേക്ക് നമുക്ക് ഈ വഴിക്കൂടെ നമുക്ക് കയറാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് വഴിക്കൂടെ കയറാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് കോൺവെന്റ് ജംഗ്ഷൻ വഴിക്ക് പ്രസ് ക്ലബ് റോഡ് വഴിക്കായാലും നമുക്ക് ഇവിടെ എത്തുന്നതായിരിക്കും. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ലാൻഡ്മാർക്ക് എന്ന് പറയാനായിട്ട് ഇത് മലബാർ ഹൗസാണ്. മലബാറിന്റെ ഊണ് കിട്ടുന്ന ഒരു സ്ഥലം. ആ സെയിം നമ്മളവിടെ കണ്ടില്ലേ മലബാറിന്റെ. അപ്പം മലബാറിന്റെ ഹോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ഗോപാലപ്രഭു റോഡിൽ വന്നാലും കാണാൻ പറ്റും, അതുപോലെ തന്നെ മാർക്കറ്റ് റോഡിൽ വന്നാലും നമുക്ക് കാണാൻ പറ്റും. മലബാർ ഹൗസ്. അപ്പൊ ഈ ഒരു മാർക്കറ്റ് റോഡ് അവിടുന്ന് ജംഗ്ഷൻ, ആക്ച്വലി ഇതൊരു 3 കൂടി ഒരു ജംഗ്ഷനാണ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങനെ നടന്നു പോകുമ്പോഴും നമുക്ക് ഇഷ്ടം പോലെ കടകൾ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതൊരു ഷർട്ടിന്റെ കട. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ മെയിൻ റോഡിൽ കൂടെ കുറച്ച് കാണുന്നതല്ലാണ്ട് ഈ ഹോട്ടലിന്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു ചെറിയ വഴി പോകുന്നുണ്ട്. ഈ വഴി കൂടെ പോയാലും നമുക്ക് കടകളുണ്ട് അല്ലേ. പഴയ ലിങ്ക് റോഡിന്റെ പഴയ റോഡ്. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടത് മാർക്കറ്റ് റോഡിലേക്ക്. ഇനി മാർക്കറ്റ് റോഡിൽ ഞാൻ ഓടിച്ചാടി എടുക്കാട്ടോ. മാർക്കറ്റ് റോഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ഇഷ്ടം പോലെ വെറൈറ്റി കടകളുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത് നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഇത് ഫുൾ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഓരോ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വീണ്ടും എടുത്ത് പറയാം, ഇപ്പുറത്തും ഹോൾസെയിൽ ആൻഡ് റെഡിമെയ്ഡ് ഗാർമെന്റ്സിന്റെ കടയാണ്. ഓണസൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വന്നവർ ഹായ് പറയുകയാണെങ്കിൽ വരേ. ആരും വരാനില്ല. ഇനി ഇപ്പുറത്തേയും ദി വൺ ഓഫ് ദി ഫേമസ് ഷോപ്പാണ്. ഡിസ്പ്ലേ പുറത്തൊന്നും കാണാനില്ല, പക്ഷെ ഉള്ളിൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. വെസ്റ്റേൺ വെയർ, കുർത്തീസ്, പാർട്ടി വെയർസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് എന്താ? ഇപ്പുറത്തെ കുട്ടികളുടെ ഐറ്റംസ് ആണ് മൊത്തം ലാച്ചേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ യൂണിഫോംസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ കുട്ടികളുടെ കളക്ഷൻസ്, കുർത്തീസ് അല്ല കുട്ടികളുടെ കളക്ഷൻസ് ആണ് ഈ ഒരു ഫുൾ ഫ്ലോർ വരുന്നത്. ഇനി ഇപ്പോഴത്തെ ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ടോപ്സിൻ്റെ ഐറ്റംസ്, ടോപ്സ് ആണ് കേട്ടോ. ഈ ഒരു ഫുൾ ടോപ്സിൻ്റെ വെറൈറ്റീസ്, അതുപോലെ വെസ്റ്റേൺ വെയറിൻ്റെ കളക്ഷൻസ് ആണ് ഉള്ളത്. ഇഷ്ടം പോലെ ഉണ്ട്, കട തിരക്കും ഉണ്ട്. ഇത് ഫുൾ ഇപ്പം ഞാൻ നടക്കണത് മൊത്തം മാർക്കറ്റ് റോഡിലുള്ള കടകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മാർക്കറ്റ് റോഡിൽ ഇത് ഫുൾ വെസ്റ്റേൺ വെയറിൻ്റെ കളക്ഷൻസ്, കുർത്തീസ്, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പം ആദ്യമായിട്ടില്ല തുടങ്ങിയിട്ട്, ഏകദേശം ഒരു 8-9 മാസത്തോളം ആയിട്ടുണ്ടാവും. ഇത് ഹോൾസെയിൽ ടെക്സ്റ്റൈൽ ഡീലേഴ്സ്. ഇവിടെ എന്താ ഐറ്റംസ് കിട്ടണേ? ചുരിദാർ മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയൽസും ഇവിടെ കിട്ടും. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഈ ബണ്ടൽ ഇങ്ങനെ നിറഞ്ഞ് കാണോട്ടോ. ഇഷ്ടം പോലെ കളക്ഷൻസ്, കച്ചവടം ഇഷ്ടം പോലെ ഉണ്ട്. ചേട്ടന്മാര് പൊക്കോ. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ബോട്ടം വെയർ, ലെഗിൻസ്, കുർത്തീസ്, വെസ്റ്റേൺ വെയർസ്, അങ്ങനത്തെ ഏരിയ ഒക്കെയാണ് ഉള്ളത്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ മാർക്കറ്റ് റോഡിലുള്ള കടകളെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു മാർക്കറ്റ് റോഡിൽ DD വസ്ത്രമാൾ ബിൽഡിംഗ് ആണ് കേട്ടോ കാണുന്നത്. എല്ലാവരും പുറമെ വന്നിട്ട് വെറുതെ
നോക്കി പോയി ചെയ്യാറ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്ത വെറൈറ്റീസ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുമല്ലേ? പിന്നെ എല്ലാ വെറൈറ്റിയും ഈ കോംപ്ലക്സിനകത്തുണ്ട്. അങ്ങേ അറ്റം വരെ ഉണ്ട്. അപ്പൊ ഒന്ന് കയറി നോക്കാം നമുക്ക്. കയറി ഇറങ്ങാം. ഇത് പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ എനിക്ക്. DD ബസാറിന് ശേഷം DD ടെക്സ്റ്റൈലിന് ശേഷം DD വസ്ത്രമാൾ. പക്ഷെ എന്തായാലും കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. ഓക്കെ, ഇത് DD വസ്ത്രമാൾ ഫുൾ കട നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്. അതിൽ മൊത്തം നമുക്ക് കിഡ്സ് വെയർ കുർത്തീസ് കാണുന്നുണ്ട്, ദുപ്പട്ടാസ് ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ്. ഇതാ എത്ര ഫ്ലോർ ഉണ്ട്? 1 2 3 4 ഫ്ലോർ അടങ്ങിയിട്ടുള്ള ഒരു DD വസ്ത്രമാൾ കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒഴിപ്പിച്ച് നോക്കാം. ഷോപ്പിനെ കാണിക്കുന്നില്ല, കളക്ഷൻസ് വേണമെങ്കിൽ ഒന്ന് നോക്കാതെ ഫുൾ ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഒഴിപ്പിച്ച് നോക്കിയിട്ട് വരും. 5 ഫ്ലോർ, 4 അല്ല അല്ലേ? 4. ഞാനാണ് ഇപ്പൊ 4 കിട്ടിയത് എനിക്ക്. അപ്പൊ ഇത് ഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ. ഓരോന്നോരോന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ സൈഡിലൊക്കെ കാണാൻ പറ്റിയ ഏകദേശം എന്തൊക്കെ ഐറ്റംസ് ഇവിടെ കിട്ടാന്നുള്ള. ജസ്റ്റ് ഒന്ന് ഇനി മുകളിലേക്കൊന്ന് നോക്കിയേ, കണ്ടോ? ഹായ്, ഫുൾ ടീം ഉണ്ട് കേട്ടോ. എല്ലാ കടത്താ യുവാക്കള് അല്ലേ? യുവാക്കളുടെ ഒരു ഏരിയ ആണിത്. അപ്പൊ ഒന്ന് ഹായ് പറഞ്ഞോന്നൂടെ. ഓ ശരി പോവാ. DD വസ്ത്ര മഹാൽ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങിന്റെ സൈഡിൽ ഒരു വഴിയുണ്ട്. എല്ലാവരും ധാരണ ഇവിടെ കടകളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു സൈഡിൽ കൂടെ പോയാലും കടകളും ഉണ്ട്. അതുപോലെ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പാർക്കിംഗ് ഏരിയയും ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഈ ബിൽഡിങ്ങിലേക്ക് വരുന്നവർക്ക് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. എത്ര 100 കാറ് പാർക്ക് ചെയ്യാൻ പോരെ. അപ്പൊ നമ്മൾ ഓരോ കാറായിട്ടല്ലേ വരുള്ളൂ. കടകളുടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് ഞാൻ ഇത്ര പറഞ്ഞു പോണുള്ളൂ. ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പല കടകൾ കാണാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. DD വസ്ത്രമഹാൽ എന്ന് പറഞ്ഞിട്ട് ബിൽഡിങ്ങിന്റെ തന്നെ ഓപ്പോസിറ്റും ഒരു അടിപൊളി കടയുണ്ട് കേട്ടോ. ഇവിടെ കിട്ടുന്ന ഐറ്റംസ് മൊത്തം എന്താ ഐറ്റംസ്? എല്ലാ ഐറ്റംസ്. ചേട്ടാ ഒന്ന് വന്നേ, ഞങ്ങൾ കടയിലേക്ക് കയറൂല. ആരെങ്കിലൊക്കെ പറയും ഇവിടെ എന്താ കിട്ടാന്ന്. ഹാൻഡ്ലൂം സെറ്റ് എല്ലാ ഐറ്റം ഉണ്ട്. റെഡിമെയ്ഡ് ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റം ഉണ്ടാവും. ഹാൻഡ്ലൂം ഐറ്റംസ് ആണ് കേട്ടോ. കടയുടെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നില്ല, അത് കയറിയാൽ ശരിയാവില്ല. 50 വർഷമായിട്ടുള്ള കടയാണ്, പഴയ കടയാണെന്നല്ലേ. അപ്പൊ ഇനി ഇവിടെ ഒരു മോളുണ്ട്, ഇത് DD ടെക്സ്റ്റൈൽഡ്. DD ടെക്സ്റ്റ് വേൾഡ്. 3 ഫ്ലോർ ഫുൾ കടകളാണ് ഉള്ളത് കേട്ടോ. ഈ ബിൽഡിങ്ങിന്റെ പേര് DD ടെക്സ്റ്റൈൽഡ്. ഡ്രസ് വേൾഡ്. DD ടെക്സ്റ്റൈൽഡ്. ടെക്സ്റ്റ് വേൾഡ്. ഓക്കെ. DD ടെക്സ്റ്റ് വേൾഡ്. ഓക്കെ, അപ്പൊ ഇത് ഫുൾ കളക്ഷൻസ്. ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എറണാകുളം മാർക്കറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ പുറമേന്ന് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമുള്ള, ഉള്ളിൽ നിങ്ങൾ ശരിക്കും ആരും കയറാറില്ല. പക്ഷെ ഒന്ന് കയറി നോക്ക്, ഒന്ന് വന്ന് നോക്കുക. എന്നാലാണ് നിങ്ങൾക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടെങ്കിലോ, അതും റേറ്റ് കുറവിനുള്ളത് അല്ലേ. അപ്പൊ ഒന്ന് വന്ന് നോക്കിയാലോ. അപ്പൊ ഇതേപോലെ തന്നെ ഈ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് കുറെ കടകളുണ്ട്. ഈ ഓപ്പോസിറ്റുള്ള കടകൾ ഏതാന്ന് നോക്കിയാലോ. ഓപ്പോസിറ്റുള്ള കടകൾ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ നമുക്ക് കുട്ടികളുടെ ഐറ്റംസ്, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള പാരഷൂട്ട്, ബാഗി, അങ്ങനത്തെ പാൻസ് ഒക്കെ കിട്ടുന്ന ഏരിയ. ഇപ്പുറത്താണെങ്കിൽ നമുക്ക് കുർത്തീസ് കിട്ടുന്നത് റെഡിമെയ്ഡ്. അതുപോലെ തന്നെ നമുക്ക് ഫുൾ റെഡിമെയ്ഡ് കളക്ഷൻസ് കേട്ടോ. കുർത്തീസ് 2 പീസ് 3 പീസ് ഒക്കെ കിട്ടുന്ന ഈ ഒരു ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറെ പേര് ചോദിക്കാറുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, എന്നാലും കറക്റ്റ് ആയിട്ട് തിരക്കുണ്ടേ. ഈ ഒരു ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിന് പർദാസ് കിട്ടും. പർദാസൊക്കെ എറണാകുളം മാർക്കറ്റിൽ എവിടെ കിട്ടുന്നു കുറെ പേരൊക്കെ വിളിച്ചെന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു ആൻസർ ആണ്, ഈ ബിൽഡിങ്ങിൽ നമുക്ക് പർദാസ് കിട്ടും. പർദാസ് മാത്രമല്ല, കുട്ടികളുടെ ഐറ്റംസ്, റെഡിമെയ്ഡ് ഐറ്റംസ്, വെസ്റ്റേൺ വെയർസിന്റെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ പേര് ശരിക്കും പറഞ്ഞാൽ നൂർ ട്രേഡ് സെന്റർ. മുകളിലാണ് നൂർ ട്രേഡ് സെന്റർ. അപ്പൊ ഇവിടെയും കടകളുണ്ട്. ഇവിടെ കിഡ്സ് വെയർ ഐറ്റംസ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് പുറത്ത് ഡിസ്പ്ലേ എന്തായാലും നോക്കിയിട്ട് ഓടി വരാം. ഞങ്ങൾ വെറുതെ ഡിസ്പ്ലേ കാണാൻ വന്നതാ ചേച്ചി. അവരൊക്കെ ഞാൻ വന്നപ്പോഴേക്കും ഓർഡറിടോ, എന്താ സംഭവം എന്ന് അറിയില്ല. ഇവിടെ എന്താ ഐറ്റംസ്? ഇത് എല്ലാ ഫാമിലി ഷോപ്പ്. എത്ര ഫ്ലോർ ഉണ്ട് ഇത്? 3 ഫ്ലോർ. പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടില്ല. 3 ഫ്ലോർ ഉണ്ട്, അത് വന്നാലേ ഞാൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടെയും കടയുണ്ടാ? അപ്പൊ ഇവിടെ എത്ര കടയുണ്ട് ശരിക്കും? 2 ഷോപ്പാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ വരുന്നത്. അപ്പൊ നൂർ ട്രേഡ് സെന്ററിന്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഇടവഴിക്കൂടെ 2 കടയുണ്ട്. മിസ് ചെയ്യേണ്ട ഈ ഒരു കട. ഇവിടെ ഹാൻഡ്ലൂം അല്ല, ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് കിഡ്സ് വെയറിന്റെ കുട്ടികളുടെ ഡെയിലി വെയർ ഐറ്റംസ് കേട്ടോ. അപ്പൊ ഈ ഒരു കട നമ്മള് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് വന്ന് കേറി നോക്കാം.
ഓണേഴ്സ് ഒക്കെയാണ്. അപ്പൊ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ. നൂർ ട്രേഡ് സെന്റർ ബിൽഡിങ്ങിന്റെ തൊട്ട് ഇപ്പുറത്തെ ഒരു കടയും കൂടി ഉണ്ട്. ഇത് വലിയ കട തന്നെയാണ് കേട്ടോ. ഒരു 4-5 ഫ്ലോറുള്ള കടയാണ്. കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്. ഇവിടെയും എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. പേര് എടുത്ത് പറയുന്നില്ല കടയുടെ. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തും എപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ ഫുൾ ലോഡ് ഇങ്ങനെ കാണാറുണ്ട്. എപ്പോഴും ഇവർക്ക് പാക്കിംഗ് എപ്പോഴും നല്ല കച്ചവടമുള്ള ഒരു സ്ഥലമാണ്. കുർത്തീസ് ഉണ്ട്, അതുപോലെ തന്നെ ടോപ്സ് ഉണ്ട്, ബാബ സൂട്ട്സ്, ബാബാസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. വേറൊരു കാര്യം, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു കട കുറെ ഉണ്ട് കേട്ടോ. ഇത് കേറിട്ട് പോയാ തീരാറായിട്ടില്ല. ഇനിയും കോൺവെന്റ് ജംഗ്ഷൻ ഇത് വലിയൊരു ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ആണ്. ഇങ്ങനെയൊന്നും തീരൂല്ല. നാരങ്ങ വെള്ളം കൊടുത്തേ, എനർജി വരട്ടെ. എനർജി എപ്പോഴും ഉണ്ട് കേട്ടോ, എത്ര പാതിരിക്കായാലും. ഇനി ഇത് ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാം. ഇത് ഫുൾ വെസ്റ്റേൺ വെയറിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഫുൾ വെസ്റ്റേൺ വെയർ. അയ്യോ സോറി, വെസ്റ്റേൺ വെയർ അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ കടയിലേക്ക് കയറാം. ഈ കടയുടെ പേര് പറയുന്നില്ല. മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതെ, പാർക്കിങ്ങിനും സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒക്കെ എൻട്രൻസ് ഇവിടെയും ഉണ്ടല്ലേ. ആ ബിൽഡിങ് കണ്ടതിന്റെ എൻട്രൻസ് ഇപ്പുറത്തും ഉണ്ട്. ആഹാ, നമ്മൾ കാണാത്ത കുറേ കടകള് ഇവിടെ ഉണ്ട്. ഇവിടെ എന്താണ് വെറൈറ്റീസ്? രാംരാജ് ഇന്നർ വെയറിന്റെ സെക്ഷനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു കട വരുന്നത്. ഇത് ഇന്നർ വെയറും അതുപോലെ തന്നെ ടീഷർട്ട്സും ഒക്കെ കിട്ടുന്ന ഒരു സെക്ഷനാണ് വരുന്നത്. പിന്നെ ഇവിടെയും കടയുണ്ടല്ലേ. ഓ, ആ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ ബാക്കിലും ഇവർക്ക് കടയുണ്ട്. അത് മെൻസ് വരുന്നത് ഫ്രണ്ടിൽ കാണുന്ന. അപ്പൊ ഇത്ര നാളെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഫ്രണ്ട് മാത്രമാണ് നമ്മൾ കണ്ടത്. ബാക്കിൽ പോകുമ്പോഴും ഇഷ്ടം പോലെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ ഫുൾ കാണുന്നത് മെൻസ് വെയറിന്റെ കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷൻ ഫുൾ വരുന്നത്. അപ്പൊ ലേഡീസിന്റെയും കിഡ്സിനും ഒക്കെ എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിലത്തെ പോർഷനിലായിരിക്കും. കടയുടെ പേര് പറയുന്നില്ല, കാണുന്നവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. പിന്നെ ഇപ്പുറത്തും ഉണ്ടല്ല. ഇപ്പുറത്ത് എന്താ മെൻസ് വെയർ ആണോ? ഷർട്ട്, കംപ്ലീറ്റ് മെൻസ് വെയർ. ഷർട്ടിന്റെ കളക്ഷൻ. ഷർട്ട് മാത്രമല്ലോ, ഷർട്ടും ജീൻസും ഉണ്ടാ മെൻസ് വെയറിന്റെ കളക്ഷൻസ്. ഹായ് പറഞ്ഞ. ഹായ്, ദേ ഒരു ഹായ്. ഹലോ ഹലോ. ഈ വഴിക്കൂടെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുറെ നല്ല അടിപൊളി ബിൽഡിങ്ങിലൊക്കെ കാണാം. അതുപോലെ പാർക്കിംഗ്. ഇപ്പൊ ഈ ബിൽഡിങ്ങിൽ വരാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അപ്പൊ ഈ കാണുന്ന ബിൽഡിംഗ് ഇവിടെ ഫ്രണ്ടിൽ കൂടെ മാത്രമല്ല ബാക്ക് സൈഡിലുണ്ട്. अब यहाँ के ओनर हो? यहाँ का बैक साइड में भी है ना दुकान, मतलब दुकान? हाँ, രണ്ട് കട ഇവർക്ക് വേറെ ബാക്ക് സൈഡിലുണ്ട് ട്ടോ. तो इस दुकान में क्या मिलता है? All ready-made items. Ready-made items, ladies का और kids का? Ladies, kids, girls, all items. All items ഈ ഒരു സെക്ഷനിൽ. ഇനി ഈ ഒരു ബിൽഡിങ്ങിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ കിട്ടുന്ന ഐറ്റംസ് പറയുമ്പോൾ ഇവിടെ MNF ആർക്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൽ എന്തൊക്കെ കിട്ടാന്നുള്ളത് നമുക്ക് കയറി നോക്കാം. അകത്തൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പുറമേ കാണുന്ന ഈ ബിൽഡിങ്ങിന്റെ ഇവിടെ എന്ന് വെച്ചാൽ മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെയാണ്. 100ൽ പരം പാർക്കിംഗ് ഏരിയ ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ. താഴത്തും അതുപോലെ തന്നെ മുകളിലുമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. കസ്റ്റമർ ഉണ്ട്. കസ്റ്റമർ ഹായ്, എന്താണ് വിശേഷം? സുഖാണ്. എവിടെയൊക്കെയോ സിനിമ സീരിയലിൽ എവിടെയൊക്കെ കണ്ടൊരു ഫീലിംഗ്? അല്ല, വല്ല സീരിയലിലൊക്കെ അഭിനയിക്കണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട്. ശരി, അതൊക്കെ പോട്ടെ. നമ്മുടെ എറണാകുളം മാർക്കറ്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഈ എറണാകുളം മാർക്കറ്റിൽ ഇപ്പൊ എത്ര നാളായി നമ്മൾ വന്ന് തുടങ്ങിയിട്ട്? നമ്മൾക്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 years. അച്ഛനായിട്ട് തുടങ്ങിയ ഷോപ്പാണ്. ഇപ്പൊ 20 years ആയിട്ടുള്ള പരിചയമുണ്ട്. അത് ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ വന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ഐറ്റംസ് കിട്ടും? അത് എത്ര കാലമായിട്ട്? ഇപ്പൊ നമ്മള് ഓൾ ഇന്ത്യ പോകുന്നതിന് പകരം പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒരു അത്യാവശ്യം ഒരു സീസണിന് മുന്നേ ഒരു ഔട്ട് ബ്രേക്കിന് വരണമെങ്കിൽ നല്ലൊരു മാർക്കറ്റാണ് എറണാകുളം. ഇനി ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പല ഐറ്റം, എല്ലാ സ്റ്റേറ്റിലെയും സകല ഐറ്റവും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒറ്റ സൈഡിലായിട്ട് നമുക്ക് കിട്ടാം. ഓൾ ഇന്ത്യ പോകുന്നേക്കാളും നല്ലത് എറണാകുളം മാർക്കറ്റിലേക്ക് വരാണ് നല്ലതെന്നാണ് എടുത്ത് പറയുന്നത്. ഇന്ന് ഞാൻ പറയിപ്പിച്ചതല്ല, ഇവിടുത്തെ കസ്റ്റമറാണ്. റേറ്റിൽ അധികം വ്യത്യാസമൊന്നും ഇല്ല. ഇപ്പൊ നമ്മളെ പോയി അവിടെ പോയി എടുക്കുന്നതിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികം ചേഞ്ചസും വ്യത്യാസങ്ങളും ഇല്ല. ട്രാവലിംഗിലാവുമ്പോൾ ആ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ പുറത്ത് പോയി മേടിക്കുമ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ്, ഹോട്ടൽ സ്റ്റേ ചാർജസ് ഇതൊക്കെ നമുക്ക് നഷ്ടമായിട്ട് വരും. കാരണം ആ ഒരു റേറ്റിനേക്കാളും കുറവിന് നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി അല്ലേ. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. എന്തായാലും താങ്ക് യു. പേര് പറഞ്ഞില്ല? ശ്രീകുമാർ ടെക്സ്റ്റൈൽസ് ആലപ്പി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ ഒരു ബിൽഡിംഗ് MNF ആർക്കേഡിന്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ എന്ന് വെച്ചാൽ പാർക്കിംഗ് ഏരിയയുടെ തൊട്ട് ഇപ്പുറത്തെ സൈഡിലും കുറെ ഇഷ്ടം പോലെ കടകളുണ്ട്. വരൂ.
ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. ഇതിൽ കുറെ കടകൾ നമ്മൾ ചെയ്തിട്ടുള്ളതുണ്ട്. സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എറണാകുളം ഹോൾസെയിൽ മാർക്കറ്റ് അല്ലെങ്കിൽ എറണാകുളം ഹോൾസെയിൽ ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എറണാകുളം മാർക്കറ്റിന്റെ ഇഷ്ടം പോലെ കടകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ വാവ് ഡിസ്പ്ലേ ഒക്കെ കണ്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ ഡിസ്പ്ലേയിൽ നമുക്ക് കിഡ്സ് വെയർ, വെസ്റ്റേൺ വെയർ, അതുപോലെ തന്നെ റെഡിമെയ്ഡ് കുർത്തീസ്, ടോപ്സ് അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെയാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. ഒരു ഹായ് പറയോ, വരൂ, ഒരു ഹായ് പറഞ്ഞു ജസ്റ്റ്. ഒരു നമസ്കാരം. എല്ലാവർക്കും ഈ മാർക്കറ്റിൽ വന്ന എന്താ ഗുണം? ഇവിടെ വന്ന നല്ല വെറൈറ്റി സെലക്ഷനൊക്കെ കിട്ടും. എവിടെയും കിട്ടാത്ത കേരളത്തിലെ ഏറ്റവും നല്ല മാർക്കറ്റാണ്. നല്ല വെറൈറ്റീസ് എല്ലാം കൂടുതലായിട്ട് എറണാകുളം മാർക്കറ്റിലാണ് കിട്ടുന്നത്. ഏറ്റവും നല്ല മാർക്കറ്റിന് ഉപരി ബിഗ്ഗസ്റ്റ് എറണാകുളം മാർക്കറ്റ് കേരളത്തിലത്തെ, അതും കൂടി എടുത്ത് പറഞ്ഞു അല്ലേ. കേരളത്തിൽ കുറേ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്, അതും കേരളത്തിലത്തെ ഏറ്റവും ടെക്സ്റ്റൈൽ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്. അവർക്ക് 2 കട സൗത്ത് ഇന്ത്യയിൽ തന്നെ ബിഗ്ഗസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാർക്കറ്റ് എന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഹോൾസെയിൽ മാർക്കറ്റ് കേരളത്തിൽ ഇത് തന്നെ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ കടകൾ. ഇനി ഓടിച്ചോടി കുറെ ഒക്കെ നമുക്ക് ഈ കാണുന്ന കടകൾ എന്ന് പറയുമ്പോൾ ഒക്കെ ഗോഡൗൺ ആണ് കേട്ടോ. അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എമർജൻസിക്ക് പൊട്ടിക്കാൻ വെച്ചിട്ടുള്ള കുറെ കടകളാണ് ഈ കാണുന്നത്. അതാണ് ഇത് പൂട്ടി കിടക്കുന്നത്. ഇനി ഇപ്പുറത്തെ എന്താണ് ഡിസ്പ്ലേ നോക്കാം നമുക്ക്. ഇവിടെയും കുട്ടികൾ, ഇവിടെ എന്താ കിട്ടുന്ന ഐറ്റംസ്? എന്താ ഐറ്റംസ് കിട്ടണേ? തിരുപ്പൂർ ഐറ്റംസ്. തിരുപ്പൂർ ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷൻ മൊത്തം കിട്ടുന്നത്. ഇവിടെയും തിരുപ്പൂർ ഐറ്റംസ് ആണ് ഞാൻ കിട്ടണെന്ന് തോന്നുന്നത്. ഇത് നൈറ്റീസ്. അപ്പൊ നൈറ്റീസിന് വേണ്ടി മാത്രമുള്ള ഒരു കട, അതുപോലെ തന്നെ തിരുപ്പൂർ ഐറ്റംസ് കിട്ടുന്ന കട. ഇവിടെ ഇനിയും കടകളുണ്ട്. ഇത് കാണുന്നത് മൊത്തം ഗോഡൗൺ ആണ്. പൂട്ടി കിടക്കുന്നത് മൊത്തം. ഇവിടുത്തെ ആൾക്കാരൊന്നും കാണാനില്ല. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു ഒന്ന് പരിചയപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞാൽ മതി. ഹായ്. കടല് നൈറ്റി മാത്രല്ല, നിങ്ങൾക്ക് തിരുപ്പൂരല്ല സേലം, തെങ്കാശി പ്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ ഇവർക്ക്. അപ്പൊ അവിടുന്ന് പ്രൊഡക്ഷൻ ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കുറെ ഒക്കെ മാനുഫാക്ചേഴ്സ് ആണ്, കുറെ ഒക്കെ ട്രേഡേഴ്സ് ആണ്. അപ്പൊ ഡൽഹി, സൂറത്ത്, മുംബൈ, ബാംഗ്ലൂർ ഈ സ്ഥലത്തേക്ക് ഒന്നും പോകണ്ട. എല്ലാതും സെയിം റേറ്റിന് നമുക്ക് എവിടെ കിട്ടും? കൊച്ചിയിൽ, എറണാകുളം മാർക്കറ്റില്. അതാണ്. ഓക്കെ, ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. എറണാകുളത്ത് ഒരുപാട് ടെക്സ്റ്റൈൽ ഹോൾസെയിൽ കോംപ്ലക്സുകൾ പണിതിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പണിതിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണിത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ബിൽഡിങ്സ് വരുമ്പോൾ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ബിൽഡിങ്സ് ഒത്തിരി ഉണ്ട് മാർക്കറ്റിൽ. ഇനി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 500 ഷോപ്സ് എന്ന് പറയുന്നത് ഇനി വിത്തിൻ ഒരു 1 ഇയറിൽ അതൊരു 600 ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മുടെ KTGയുടെ മെമ്പേഴ്സാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് അല്ലാതെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോവാം. ഇത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ ഒന്നുകൂടി പറയാട്ടെ. ഇപ്പൊ ജസ്റ്റ് റോഡ് മാത്രം കാണിച്ചു പോണത്. ഇപ്പൊ നമ്മൾ മാർക്കറ്റ് റോഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ട് തിരിക്കാം. അങ്ങനെ നമ്മുടെ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാതും MNF ആർക്കേഡ്. ഇവിടെ സ്റ്റാച്ചു ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ല. നമ്മുടെ വീഡിയോയിൽ സ്ഥിരം വരുന്നതാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എന്നാലും എത്ര വർഷമായി നമ്മളിവിടെ? 35 years ആയി ഇവിടെ വന്നിട്ട്. അത് ഏജ് അല്ലേ പറഞ്ഞത്? ഇല്ല, 35 years ആയി വന്നിട്ട്. അച്ഛൻ കാലം വരെ 50 years ആയി മൊത്തം വന്നിട്ട്. 50 അല്ല, മൊത്തം 50 yearsന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റൈൽ ഫീൽഡിൽ. അച്ഛനുണ്ട്. അച്ഛന് ഇനി അകത്തേക്ക് കയറണം. പക്ഷെ നമ്മൾ ഒരു ഷോപ്പിന്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. പുറത്ത് നിൽക്കുന്നവരെ നമ്മൾ പിടിച്ച് കാണിക്കും. അത്രേ ഉള്ളൂ. എറണാകുളത്ത് വന്ന് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ. ആദ്യം കുറേ സ്ഥലത്ത് കറങ്ങി വന്ന് ഫാദറൊക്കെ. ഇവിടെ വന്നപ്പോൾ സന്തോഷം കച്ചവടം ചെയ്യാൻ പറ്റും. നല്ല കച്ചവടം കിട്ടുന്നുണ്ട്. നല്ല റേറ്റ് കുറവിന് ഐറ്റംസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് ഷോപ്പിന്റെ ഓണറാണ് സംസാരിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ പിടിച്ചതൊക്കെ ഷോപ്പിലേക്ക് ആൾക്കാർ വന്നോരോ കസ്റ്റമേഴ്സിനെയാണ് പിടിച്ചത്. അപ്പൊ 2 ആൾക്കാർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മാർക്കറ്റ് റോഡിൽ CSB ബാങ്ക്, പഞ്ചാബ് ബാങ്ക്, അറ്റം വരെ 2 റോഡ് 3 റോഡ് ഫുൾ മാർക്കറ്റ് റോഡ്. ഓക്കെ, ഇനി നമുക്ക് നടക്കാം. ഇനി ഈ ഒരു മാർക്കറ്റ് റോഡിൽ നിന്ന് നമുക്ക് കോൺവെന്റ് ജംഗ്ഷൻ റോഡ്, അതുപോലെ തന്നെ പ്രസ് ക്ലബ് റോഡിലേക്കൊക്കെ പോകണം. അപ്പൊ ഇനി നമുക്ക് നേരെ പോവാം അല്ലേ? തിരിച്ച് പ്രസ് ക്ലബ് റോഡിലേക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ തിരിച്ചു വരാം. കാരണം ഫുൾ റോഡ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി വേറൊരു മെയിൻ ലാൻഡ് മാർക്ക് പറയുന്നത് ഇതൊരു ജംഗ്ഷനാണ്. ഈ ഒരു ജംഗ്ഷനിൽ ഇവിടെ CSB ബാങ്കിന്റെ അവിടെ തൊട്ടടുത്ത് ഒരു ചായ കട ചേട്ടനുണ്ട്. സ്ഥിരം ഞാൻ ചായ കുടിക്കുന്ന ചേട്ടനാണ് കേട്ടോ. നല്ല അടിപൊളി ചായ കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കടിയുണ്ട്. ഇനി ഈ ഒരു ജംഗ്ഷന്റെ അവിടെ തന്നെ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കും കാണാൻ പറ്റും. ഇത് രണ്ടാണ് മെയിൻ ലാൻഡ് മാർക്ക് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു വഴി മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദിദ പ്രസ് ക്ലബ് റോഡാണ് ഈ ഒരു വഴി വരുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഫുൾ മാർക്കറ്റ് റോഡാണ്. മാർക്കറ്റ് റോഡിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് കോൺവെന്റ് ജംഗ്ഷൻ റോഡിലേക്കും കടക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കോൺവെന്റ് ജംഗ്ഷൻ റോഡ് കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ട് നമുക്ക് പ്രസ് ക്ലബ് റോഡിലേക്ക് വരാട്ടാ. അപ്പൊ കോൺവെന്റ് ജംഗ്ഷൻ റോഡ് ആദ്യം നമുക്ക് കവർ ചെയ്യാം. നമ്മളിപ്പോ ഉള്ളത് കോൺവെന്റ് ജംഗ്ഷനിലാണ് കേട്ടോ. ഒരു 3-4 കൂടിയ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു സൈഡിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ഒരു ബിൽഡിങ്ങിന്റെ പേരെന്താ? ഇവിടെ ജെൻസ് വെയർ ഐറ്റംസ് മെയിൻ ആയിട്ട് കിട്ടുന്നതല്ലേ. ഓക്കെ, ഈ ഒരു ബിൽഡിങ്ങിന്റെ പേരെന്താ? ഈ ബിൽഡിങ്ങിന്റെ പേര് എസ്പ്ലനേഡ് എന്നാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മെൻസിന്റെ വെറൈറ്റി ഉള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള മെൻസിന്റെ വെറൈറ്റീസ് വരുന്ന ഒരു മാർക്കറ്റാണിത്. ഈ ഒരു മാർക്കറ്റ് അതായത് ഏറ്റവും യങ്സ്റ്റേഴ്സിനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് സാധനങ്ങൾ വന്നു പോകുന്ന ഒരു മാർക്കറ്റാണ്. ഏറ്റവും കൂടുതൽ മെൻസിന്റെ സാധനങ്ങൾ വിൽക്കുന്നത് ഇവിടെയാണ്. സെന്റ് തെരേസ് കോളേജിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും. സെന്റ് തെരേസ് കോളേജിന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് ഇത് വരുന്നത്. കോൺവെന്റ് ജംഗ്ഷനിലാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. ഇവിടെ മൊത്തം നമുക്ക് ജെൻസ് വെയറുടെ ഐറ്റംസ് ആണ് കിട്ടുന്നത്. ഫുൾ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് കുറെ കടകൾ ഇതിവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഹായ് പറയാം, അവിടെ നിന്ന് പറയാണ്ട് പുറത്തേക്ക് വാ, എല്ലാരും ഒന്ന് പുറത്തേക്ക് വരും ഒരു ഹായ് പറയാനായിട്ട്. വരുന്നുണ്ട് കുറെ പേരൊക്കെ. അപ്പൊ വരുന്നില്ലേ? ഓക്കെ, പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളില്. നമുക്ക് വരാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ഫുൾ മെൻസ് വെയറുടെ കളക്ഷൻസ് ആണ്. ഒരു ഹായ് പറയാനല്ലേ വിളിച്ചത് നിങ്ങൾ എല്ലാരും? എല്ലാരും ഒരു ഹായ് പറഞ്ഞേ. യെസ്, ഈ ഫുൾ ടീം മെൻസ് വെയറുടെ, അതും ട്രെൻഡി ആയിട്ട് കിട്ടുന്ന കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ നോക്ക്, ബാഗി പാന്റ് വേണോ, പാരഷൂട്ട് പാന്റ് വേണോ, എന്താ ഇടോന്നേ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ. നീ വർക്ക് ചെയ്യണ്ട. അതെ, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ബിൽഡിങ്ങിൽ കിട്ടും എന്നുള്ള ഒരു സൂചന തന്നതാ. ഇതൊന്നും ഞാൻ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ കൊണ്ട് പോട്ടാ. ആയിക്കോട്ടെ. എത്ര? 20,000. ഞാൻ കൊണ്ടുപോകും. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ട്രെൻഡി ഐറ്റംസ് ഈ ഒരു ബിൽഡിങ്ങിന് ഫുള്ള് കിട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? ഏതായാലും എറണാകുളം മാർക്കറ്റിൽ വരുന്നവരെല്ലാവരും ഈ ഒരു മാർക്കറ്റിൽ വരണം. കാരണം വെച്ചാൽ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂത്തിന്റെ ഐറ്റങ്ങൾ വിൽക്കുന്ന മാർക്കറ്റാണ്. ഫുൾ ട്രെൻഡി ആയിട്ട് കിട്ടുന്ന ഏരിയ ഏതാ ബിൽഡിംഗ്? അതാണ് ഉഷാർ വേണം. അതേ മുകളിലുണ്ട് കേട്ടാ. ഹായ് പറയടാ. ഓക്കെ, കൊറേ ഉണ്ട് കാണിക്കാൻ. അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോലെ ഇവിടെ ഇനി കാണിക്കുകയാണെങ്കിൽ താഴത്തൊക്കെ ഉണ്ട് കേട്ടോ. താഴത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമല്ല, കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ മുകളിൽ നോക്കണെങ്കിൽ 1, 2, 3, 4, 5, 6 ഫ്ലോർ അങ്ങനെ ഉണ്ട് കേട്ടോ. 6 ഫ്ലോറും മൊത്തം മെൻസ് വെയറുടെ കളക്ഷൻസ്. ഓക്കെ, നമുക്കിനി പോവാം അടുത്ത ഒരു സെക്ഷനിലേക്ക്. ബൈ. ഈ ഒരു കോൺവെന്റ് ജംഗ്ഷനിൽ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ബിൽഡിങ്ങുകളുണ്ട്. ഈ ഒരു ഇവിടെയും മെൻസ് വെയർ തന്നെയാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ മെൻസ് വെയറും അതുപോലെ തന്നെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെയാണ് ഈ ഒരു സെക്ഷനിൽ. ഇവിടെ മെൻസ് വെയറുടെ കളക്ഷൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇത് കസ്റ്റമറാന്ന് തോന്നുന്നു. കസ്റ്റമർ അല്ലേ? ലക്ഷദ്വീപിലെ മെയിൻ കസ്റ്റമറാണ്. എവിടുന്ന്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ ഇവിടുന്ന് കപ്പലിലാണ് സാധനമൊക്കെ പോകുന്നത്. കുറേ വർഷമായിട്ട് ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്ന ആളാണ്. 30 വർഷമായി. അതെ. ഇവിടെ ഏറ്റവും നല്ല മാർക്കറ്റാണ് എറണാകുളം. എറണാകുളത്ത് കിട്ടാത്ത ഒരു സാധനവും ഇല്ല. എല്ലാം നല്ല ചീപ്പ് റേറ്റ് ആയിട്ട് കിട്ടും. നിങ്ങളുടെ കടയിൽ എന്താ ആയിട്ട്? ഞാൻ ക്ലോത്ത് ആണ് മെയിൻ ആയിട്ട്. ക്ലോത്ത് എന്ന് പറഞ്ഞാൽ എന്ത് തരം? എല്ലാ ഐറ്റം. ഫാമിലി ഷോപ്പാണ്. ഫാമിലി ഷോപ്പാണ്. വലിയ ഷോപ്പാണ്. എന്താ ഷോപ്പിന്റെ പേര്? മൗലാന ടെക്സ്റ്റൈൽ. മൗലാന ടെക്സ്റ്റൈൽസ് കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്. ഫാമിലി ഷോപ്പ്. ഓക്കെ, അടിപൊളി. ഇനി ആരോടും പറയണ്ട, ഇവിടുത്തെ റേറ്റും ക്വാളിറ്റി ഒക്കെ എങ്ങനെ? നല്ല റേറ്റും നല്ല ക്വാളിറ്റിയാണ്. നല്ല ഭംഗിയിലൊക്കെ കിട്ടുന്നല്ലേ നമുക്ക്? ബാംഗ്ലൂരേക്കാളൊക്കെ ലാഭമാണ് ഇവിടെ. ഇനി ഒന്നും പറയാനില്ല, ബാക്കിയുള്ളതൊക്കെ ആള് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഡൽഹി എല്ലാ ടേസ്റ്റും കിട്ടും ഇവിടെ. അപ്പൊ ഡൽഹിക്ക്, സൂറത്ത്, മുംബൈ, ബാംഗ്ലൂർ, ജയ്പൂർ ഇവിടേക്ക് ഒന്നും പോകണ്ട. ഇവിടെ കഴിഞ്ഞിട്ട് മതി, ബാക്കിയുള്ള സ്ഥലമല്ല. എറണാകുളം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സ്ഥലം എല്ലാം ഉള്ളത്. എറണാകുളം കഴിഞ്ഞിട്ട് ഇനി ബാക്കി എവിടേക്ക് പോയാൽ മതി. പോരെ. താങ്ക് യു ചേട്ടാ. ഇതെന്താ കഴിക്കാനുള്ള വലുതാണോ? ഇത് കഴിക്കാനുള്ളതല്ല, ഇത് ഗുളിയാണ്. ഞാൻ വില സാധനം വെച്ച് മേടിച്ചിട്ട് പോണ വയ്ക്കാനാണ് കഴിക്കാതെ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഈ ഒരു ഫുൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കളക്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. ബിൽഡിങ്ങുകൾ ഇഷ്ടംപോലെ ഉണ്ട്, കളക്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കോൺവെന്റ് ജംഗ്ഷനിലാണ് കേട്ടോ. കോൺവെന്റ് ജംഗ്ഷൻ റോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോ ജംഗ്ഷനിലാണല്ലേ നമ്മൾ പോണ ജംഗ്ഷന്റെ. അവിടെയും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ. വീണ്ടും 4 കൂടിയ ഒരു ജംഗ്ഷനിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ
നമ്മൾ MG റോഡ് ഷൈനാസ് വഴിക്ക് വരുമ്പോൾ ആ വഴിക്കാണ് കയറി വേണ്ടത്. ഇനി എക്സാക്ട് നമുക്ക് എങ്ങനെയാണ് കോൺവെന്റ് ജംഗ്ഷനിലേക്ക് എത്താന്നുള്ളതൊന്ന് ചോദിച്ചറിയാം. ആരാണ് പറഞ്ഞത്? കേരളത്തിൻ്റെ തെക്കൻ മേഖലകളിൽ നിന്ന് വരുന്ന തിരുവനന്തപുരം മുതൽ പാറശാല മുതൽ എറണാകുളം വരെയുള്ള മുഴുവൻ ആളുകളും വരേണ്ട തെക്കൻ മേഖലയിൽ കൂടിയാണ്. അതാണ് ഈ വഴി, ഈ കാണുന്ന വഴി. ഷേണായിസ് തിയേറ്ററിൻ്റെ മുന്നിലുള്ള വഴി കൂടി വന്നു കഴിഞ്ഞാൽ നേരെ കോൺവെന്റ് ജംഗ്ഷനിലേക്ക് വരും. കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് കിടക്കാം. ഈ കാണുന്നതാണ് ശരിക്കും ആക്ച്വലി കോൺവെന്റ് ജംഗ്ഷനിലേക്ക് പോകാനുള്ള വഴി. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. എന്നുവെച്ച് തുണിക്കടകൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ ഇത് ഫുൾ മാർക്കറ്റ് ഏരിയ തന്നെ. ഇത് ഫുൾ മാർക്കറ്റ് ഏരിയ. രണ്ട് സൈഡും ഷോപ്പുകളാണ്. ഒരുവിധ എല്ലാ ഐറ്റങ്ങളും ഈ ഏരിയയിൽ വന്നാൽ നമുക്ക് വാങ്ങാമെന്നതാണ്. ഈ ഏരിയ സാധാരണ മിസ്സായി പോകാറുണ്ട് കുറേ പേർക്ക്. കാരണം ഇത് കോൺവെന്റ് ജംഗ്ഷൻ, ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ചു മാർക്കറ്റ് കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ മാർക്കറ്റ് കഴിഞ്ഞിട്ടില്ല. മാർക്കറ്റിൽ തന്നെ ഇഷ്ടം പോലെ ഇപ്പം ഇനി ഇത് വെറൈറ്റീസ് എന്ന് വെച്ചാൽ ലേഡീസിൻ്റെ ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. ഇനി ഇത് വലിയൊരു കട തന്നെയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റും കടകൾ തന്നെയാണ് കേട്ടോ, ഒക്കെ തുണി കടകൾ തന്നെയാണ്. മൊത്തം ലേഡീസിൻ്റെ ഐറ്റംസിൻ്റെ വെറൈറ്റീസ് ഒക്കെ വേണമെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് കിട്ടുന്നതായിരിക്കും. കുറേയൊക്കെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ ജസ്റ്റ് ഓടിപ്പിച്ച് കാണിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ഏരിയ നിങ്ങൾ മിസ് ചെയ്ത് പോകണ്ട. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഡിസ്പ്ലേ ഒക്കെ കണ്ടു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റൂട്ടോ ഏകദേശം എന്തൊക്കെ വെറൈറ്റീസ് കിട്ടും. പക്ഷേ ഈ കാണുന്നതൊക്കെ മിക്കതും ഹോൾസെയിൽ ആയിരിക്കും കേട്ടോ. ഇതും ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ തന്നെയാണ്. മൊത്തം മെൻസ് വെയറുടെ കളക്ഷൻ, അതുപോലെ കിഡ്സ് വെയറുടെ കളക്ഷൻസ്. ലേഡീസിൻ്റെ ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല. ഈ ഒരു സെക്ഷൻ അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഫുൾ കാണുന്നത്. ഹോൾസെയിലാണ് കേട്ടോ അത്. നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് മൊത്തം ഹോൾസെയിലാണ്. ഒരു പീസിന് വേണ്ടിയിട്ട് ആരും ഈ മാർക്കറ്റിൽ വന്നിട്ട് ഒരു കാര്യമില്ല. ഒക്കെ ഹോൾസെയിലാണ്. വീണ്ടും എടുത്ത് പറയാം. പിന്നെ ഈ ഒരു ഷോപ്പ് ഇതും ഹോൾസെയിൽ ഷോപ്പാണ്. അതും കിഡ്സ് വെയറുടെ ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ മൊത്തം ഇരിക്കുന്നത്. ഫുൾ ഹോൾസെയിൽ. ഇതും ഹോൾസെയിൽ തന്നെയല്ലേ? ചുടിദാർ ലഭിക്കുന്ന ചുടിദാറുകള്, ഷോർട്ട് ടോപ്പുകള്, അതേപോലെ തന്നെ ലാച്ച, അങ്ങനെയുള്ള മെറ്റീരിയലുകൾക്കെല്ലാം നല്ല സെലക്ഷൻ കൊടുക്കുന്ന സ്ഥാപനം. ഇത് പാരീസ് ആർക്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു 2-3 ഷോപ്പ് ഉണ്ട്. പാരീസ് ആർക്കേഡ് ഈ ഒരു ബിൽഡിങ്ങിന്റെ പേര്. എന്നുവെച്ചാൽ എല്ലാ കടയിലും നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഒക്കെ എന്നുവെച്ചാൽ ചിലതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ് ആയിരിക്കും. ചിലതാണെങ്കിൽ നമുക്ക് കുർത്തീസ് മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കടകളായിരിക്കും. ചിലതിൽ ജെൻസ് മാത്രമായിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ വരിക, കാണുക, ആർമദിക്കുക. ഫെസ്റ്റിവൽസ് ഒക്കെ സമയത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അല്ലേ? ഇത് കാണുന്നത് ഫുള്ള് നമുക്ക് കോൺവെന്റ് ജംഗ്ഷൻ റോഡാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. ആ തിരക്കിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് ഇത് കാണിക്കുന്നത്. നിങ്ങൾ വരുമ്പോഴും ഇതുപോലെ തിരക്കിൻ്റെ ഇടയിലൊക്കെ വന്ന് ആസ്വദിക്കുക, കളക്ഷൻസ് ഒക്കെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇവിടെയും എന്താ കുർത്തീസ്, ഇതും ഹോൾസെയില്. ഇത് ഹോൾസെയിൽ തന്നെയാണ്. കുർത്തീസിന്റെ ഒരു സെക്ഷൻ. ഒരു ഹായ് പറഞ്ഞോ? ഹായ്. കുർത്തീസിന്റെ ഒരു സെക്ഷൻ. എന്തെങ്കിലുമൊക്കെ പറയാണ്ടാവും. അപ്പൊ നമുക്ക് പോവാം. ഇവിടെയും കുർത്തീസ്. ഇവിടെ ജെൻസിന്റെ ഐറ്റങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കോൺവെന്റ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ആ കാര്യം മറക്കണ്ട. കോൺവെന്റ് ജംഗ്ഷനിൽ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അത് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇത് ഒരു കടേരം മാത്രമായിട്ടുള്ള പാർക്കിംഗ്. അതുപോലെ എനിക്ക് കാണാൻ പറ്റുന്നതൊക്കെ ഞാൻ ഓരോരോ സ്ഥലത്തെ പാർക്കിംഗ് ഏരിയ ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കടേരം മാത്രമാണ് പാർക്കിംഗ്. അതുപോലെ ഓരോരോ കടക്കാർക്കും ഇതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഇത് ഹോൾസെയിലാട്ടോ. ഇവിടെ ഫുൾ കിഡ്സിൻ്റെ ഐറ്റംസ് ആണ് കിട്ടുന്നത്. അപ്പോൾ എക്സാക്റ്റ് നമ്മൾ ഏകദേശം കോൺവെന്റ് ജംഗ്ഷനിൽ എത്താറായിട്ടുണ്ട്. ഇതാ കോൺവെന്റ് ജംഗ്ഷനിലേക്ക് അധികം ദൂരമില്ല. ആ കാണുന്നതാണ് കോൺവെന്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. 4 കൂടിയ വഴിയിൽ നമ്മൾ മുട്ടാൻ പോകുന്നത്. അപ്പോൾ MG റോഡ് ഷേനാസ് വഴിക്ക് വരുമ്പോൾ കോൺവെന്റ് ജംഗ്ഷനിലേക്ക് എത്തി. ഇതും ഹോൾസെയിൽ തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. കോൺവെന്റ് ജംഗ്ഷനിൽ ഹോൾസെയിൽ. ഇത് പുറമേന്ന് കാണുമ്പോൾ ചെറുതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഉള്ളിൽ ഒരു 2 ഫ്ലോർ നിറയെ വലിയ കടയാണ്. ഡിസ്പ്ലേയിൽ ഇപ്പോൾ കുറച്ചേ കാണുന്നുള്ളൂ. ഇവിടെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ, സ്റ്റെപ്പിൽ കൂടെ പോണത്. പിന്നെ അപ്പോൾ നമ്മളിവിടെ കോൺവെന്റ് ജംഗ്ഷനിൽ എത്തി. കോൺവെന്റ് ജംഗ്ഷൻ നമ്മൾ എത്തി. അപ്പോൾ ഈ ഒരു കോൺവെന്റ് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാലേ ഈ MG റോഡ് വഴിക്ക് നമ്മൾ കയറുമ്പോൾ കോൺവെന്റ് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രസ് ക്ലബ് റോഡ് വഴിക്ക് നമുക്ക് മുട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാം. കോൺവെന്റ് ജംഗ്ഷൻ അങ്ങനെ ഒന്ന് ഒരു ടേൺ എടുക്കുമ്പോൾ നമ്മൾ വരുന്നത് പിന്നെ ഇവിടെ
പേര് ഞാൻ പറയുന്നില്ല. നൈറ്റീര ഒരു സെക്ഷൻ ആണ് കേട്ടോ. നൈറ്റീര വെറൈറ്റീസ് കിട്ടണമെങ്കിൽ കുർത്തി, നൈറ്റീസും കുർത്തിയും. ഇവിടെ ആരും കാണാനില്ല, പക്ഷെ എപ്പോഴും നല്ല തിരക്കുള്ള ഒരു ഏരിയ ആണ്. ആരും ഇല്ല ഇവിടെ? ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നേ. അവരാരും വരുന്നില്ല. മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബ്രാൻഡുകളും അതേപോലെ തന്നെ സാധാരണക്കാർക്ക് വേണ്ട ഉൽപ്പന്നങ്ങളും എല്ലാം ഒരേപോലെ ഈ കൊടക്കീഴിയിലുണ്ട്. നമുക്ക് വ്യാപാരികൾക്ക് വളരെയേറെ സൗകര്യമാണ്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതേപോലത്തെ ഒരു മാർക്കറ്റ് കേരളത്തിൽ വളരെ കുറവാണ്. എറണാകുളം മാർക്കറ്റിന്റെ പ്രത്യേകതയാണ്. പല സ്ഥലത്തും നമുക്ക് കേരളത്തിൽ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്, പക്ഷെ എറണാകുളം ഒരു ബിഗ് മാർക്കറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതലും ഞാൻ ഇവിടുത്തെ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് എറണാകുളത്ത് എങ്ങനെ വരും എങ്ങനെ പോകും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളെല്ലാവരും കൂടി നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് തൊട്ട് ഇപ്പുറത്തെ ഒരു ഷോപ്പുണ്ട്. ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ്. നമ്മുടെ ചായച്ചേട്ടൻ വീണ്ടും ഇവിടെ എത്തിയല്ലോ. ചായച്ചേട്ടൻ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് മാർക്കറ്റ് റോഡാണ് കേട്ടോ. മാർക്കറ്റ് റോഡിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് കൂടി കാണാം. ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ലെഫ്റ്റിലേക്ക് ഒരു ടേൺ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രസ് ക്ലബ് റോഡാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ടേൺ ചെയ്യാൻ പോവാണ് കേട്ടോ. തിരക്കുണ്ട് ഇവിടെ. ഈ സൈഡിലാണെങ്കിൽ നമുക്ക് CSB ബാങ്ക്, തൊട്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പൊ ഈ കാണുന്നതാണ് ഒരു ജംഗ്ഷൻ വരുന്നത്. അടിപൊളി ഡിസ്പ്ലേ അല്ലേ. മൊത്തം കുട്ടികളുടെ ഐറ്റംസും അതുപോലെ തന്നെ കുർത്തീസും വെസ്റ്റേൺ വെയർസ് കുറച്ചാ, പക്ഷെ കുട്ടികളുടെ ഐറ്റംസും കിഡ്സ് വെയറുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഈ ഒരു സെക്ഷനിൽ കാണാൻ പറ്റും. ഇനി ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് ഞാൻ എവിടുന്നാന്ന് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നു മാത്രമല്ല, ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഡിസ്പ്ലേ നോക്കാം. നമുക്ക് ഫുൾ കളക്ഷൻസ് ആണ്, ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഒരു ഹായ് പറയാവാ. അപ്പൊ 3 കൂടി ഒരു ജംഗ്ഷനില് ഒരു ഹായ് പറയാൻ. ജസ്റ്റ് ഒരു ഹായ് പറയാൻ എല്ലാ ഓണസിനും ഓണസിനെ പരിചയപ്പെടുത്താമെന്നാ പറഞ്ഞത്. ഓക്കെ. പിന്നെ ഉടുപ്പ് സൂപ്പറായിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടെ എവിടെയൊക്കെ ഇത് കാണും. ഇതേ കണ്ടോ. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. പേര് ഞാൻ പറയുന്നില്ല എടുത്തിട്ട്. പിന്നെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് പ്രസ് ക്ലബ് റോഡില് പിന്നെ എനിക്ക് അറിയാണ്ടിരിക്കോ അല്ല, നമ്മൾ നല്ലൊരു സുഹൃത്തും കൂടിയാണ്, നല്ലൊരു ബന്ധം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് ഈ മാർക്കറ്റിലൊക്കെ? മാർക്കറ്റ് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞത് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരില്ല, നിങ്ങൾക്ക് അറിയില്ല എറണാകുളം മാർക്കറ്റിനെ പറയുന്നുണ്ടോ, പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ടാണ്. പറയണം, മാർക്കറ്റിനെ കുറിച്ച് പറയും. ഈ മാർക്കറ്റിൽ വന്നാൽ എല്ലാം കിട്ടും. നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് ആവട്ടെ, മെറ്റീരിയൽസ് ആവട്ടെ, ഏത് സെക്ഷനിലാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്നത് എറണാകുളം മാർക്കറ്റിൽ തന്നെയാണ്. പക്ഷെ പലരും പലയിടത്തേക്ക് പോകുന്നുണ്ട്. അതല്ല, ശരിക്കുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ് തന്നെയാണ്. എറണാകുളം ടെക്സ്റ്റൈൽ മാർക്കറ്റ്. ഇനി എല്ലാവരും വിചാരിക്കും ഞാൻ എന്തിനാ ഇങ്ങോരെ കൊണ്ട് ഇത്രയൊക്കെ പറയിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയിലത്തെ ഒരു മെമ്പറും കൂടിയാണ്. ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് കാമില കാസിം. ഞാൻ ഇവിടുത്തെ പഞ്ചാബിങ്ങിൻ്റെ ജില്ലാ ട്രഷററാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസ് ക്ലബ് റോഡ്. നമ്മൾ സ്ഥിരം വരാറുള്ള ഒരു റോഡ് കൂടിയാണ്. ഇനി ഇവിടെയും ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്. ഈ കാണുന്നതൊക്കെ നമുക്ക് ഹോൾസെയിൽ തന്നെയാണ് അല്ലേ? ഈ കാണുന്നത് മൊത്തം ഹോൾസെയിൽ തന്നെയല്ലേ ഈ ബിൽഡിങ്ങിന്റെ പേര്? ഒരാളെ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്തായാലും ഒരാളെ കിട്ടിയിട്ടുണ്ട്. വാ. എന്താണ് വിശേഷം? എനിക്ക് പരിചയമില്ല, പക്ഷെ എന്നെ പരിചയം ഉണ്ടാവും. പരിചയമുണ്ട്. ഓക്കെ. ഇവിടെ എത്ര നാളായി എറണാകുളം മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ട്? വന്നിട്ട് 1.5 വർഷമായി. എങ്ങനെയുണ്ട് ഇവിടെ കളക്ഷൻസ്? കളക്ഷനൊക്കെ സൂപ്പറാണ്. എങ്ങനെയാണ് ഈ എറണാകുളം മാർക്കറ്റ് അറിഞ്ഞത്? ഐശ്വര്യ മാഡത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഐശ്വര്യയിലായിരുന്നു ആദ്യം പർച്ചേസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാഡത്തിന്റെ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തായിട്ട് ഇങ്ങനെ വരാണ്. അപ്പൊ നമ്മുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. എവിടുന്ന വരുന്നേ? തിരുവനന്തപുരം. ട്രിവാൻഡ്രത്ത് നിന്നാണ്. കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടുമുട്ടി. എന്തായാലും ഒരു ഹഗ് കൊടുക്കാം. എന്താ പേരെന്ന് പറഞ്ഞ? സീന ട്രിവാൻഡ്രക്കാരി. ഷോപ്പിന്റെ പേര് പറഞ്ഞ? ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടെ ക്വാളിറ്റിയും കളക്ഷൻസ് ഒക്കെ? ഇനി ഇതിനപ്പുറം ഞാനെന്ത് പറയാല്ലേ. കൂടെ ഹസ്ബൻഡാണ്. എനിക്ക് ഇഷ്ടമായിട്ടാണ്. ശരി, ഓക്കെ, താങ്ക് യു.
ഓക്കെ ഇനി എന്ത് ബിൽഡിംഗ്? ചൂളക്കൽ ബിൽഡിംഗ്. ചൂളക്കൽ ബിൽഡിംഗ് ആണ് ഈ കാണുന്ന ബിൽഡിംഗ്. ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ മൊത്തം ഹോൾസെയിൽ ആയിട്ടുള്ള ജീൻസ്. ഇവിടെ എന്തൊക്കെ കിട്ടാ? കുർത്തീസ്, ടോപ്സ്, ജീൻസ്, ലെഗിൻസ് എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസ് വർഷങ്ങളായിട്ട് വരുന്ന ആളാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. കസ്റ്റമർ ആണോ? ഓക്കെ, നമുക്ക് ഇവിടുന്ന് കടക്കാം. അപ്പൊ ഇത് ഫുൾ ഹോൾസെയിൽ മാർക്കറ്റ് ആണ്. വരൂ നമുക്ക് നല്ല നല്ല ഡിസ്പ്ലേകൾ ഉണ്ട്. കണ്ട് പോവാട്ടോ. ഡിസ്പ്ലേ ഇങ്ങനെ കണ്ട് പോവാം. വെറൈറ്റീസ് ഒക്കെ ഉണ്ട്, ഓണേഴ്സ് ഒക്കെ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞോളൂ. ഈ ഒരു സെക്ഷനിലെ ഏരിയ ആണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. പിന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വെറൈറ്റീസ് ഇഷ്ടം പോലെ കുർത്തികള് നല്ല വില കുറവിന് നല്ല സെലക്ഷൻ ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് കുർത്തികളുടെ. അതും 2 ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗ് ആയിട്ടാണ്. നമുക്ക് ഇഷ്ടം പോലെ സെലക്ഷൻ ഒക്കെ ഉണ്ട്. സെലക്ഷനും വെറൈറ്റീസും കിട്ടുന്ന ഒരു ഷോപ്പാണ്. പിന്നെ ഈ ഒരു ഷോപ്പിന്റെ തന്നെ തൊട്ട് ഇപ്പുറത്തെ സൈഡും ഇവരുടെ തന്നെ ഷോപ്പാണ് വരുന്നത് കേട്ടോ. 2 സൈഡായിട്ട് ഇവരുടെ തന്നെയാണ്. ഇവിടുത്തെ ഓണറില്ലേ ഓണർ മിന്ന മേഡം ഇല്ലേ? മിന്ന ഇല്ല. ഓക്കെ, ഓണറിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. വേറെ ഒരാളും കൂടി ഉണ്ട്. ഓണർ ഇതിനെ കുറിച്ച് ഒന്ന് പറയ്. നമ്മുടെ കടയിൽ എന്താ കിട്ടാന്നുള്ളത്? കുർത്തീസാണ് മെയിൻ ആയിട്ട് കിട്ടുക. ഈ റോഡ് മുഴുവൻ കുർത്തീസിന്റെ ഹബ്ബാണ്. ഈ റോഡിൽ വന്ന ഒരുപാട് കടകളുണ്ട്. ഒരുപാട് നല്ല നല്ല വെറൈറ്റി കുർത്തീസ് കിട്ടാൻ. റോഡ് ഫുള്ള് കുർത്തീസിന്റെ ഹബ്ബാണ്. ഇവിടെ വന്ന ഒരുപാട് വെറൈറ്റി കിട്ടും. പല വെറൈറ്റീസ്, പല മോഡൽ, ഒരുപാട് കടകളുണ്ട്. അതെ, ഇഷ്ടം പോലെ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഈ പ്രസ് ക്ലബ് റോഡ് വഴിക്ക് ഇങ്ങനെ നടന്ന് പോവാം. അപ്പൊ ഇപ്പുറത്തെ സൈഡിലും കാണുന്നത് മൊത്തം റെഡിമെയ്ഡ് കുർത്തീസിന്റെ കളക്ഷൻസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ. അതും ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ കിട്ടുന്നതാണ്. ഒന്ന് പറയാനുണ്ടോ? 2 വാക്ക് എന്തെങ്കിലും പറയേ. മാർക്കറ്റിനെ കുറിച്ച് പറ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കണേ. എറണാകുളം മാർക്കറ്റിലെ കുർത്തീസിന്റെ ഏറ്റവും സെലക്ഷൻ കിട്ടുന്നൊരു ഏരിയ ആണ് ഇത്. പ്രസ് ക്ലബ് റോഡ്. അതെ, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നടക്കാം. ഇത് ഫുൾ കുർത്തീസിന്റെ ഒരു സെക്ഷൻ ആട്ടോ. ടോട്ടൽ കുർത്തീസിന്റെ ഏരിയ ആണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം കുർത്തീസിന്റെ ഏരിയ. ഇവിടെ കിഡ്സിൻ്റെയും കാണാനുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് കൂടുതൽ കുർത്തീസാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. അതുപോലെ തന്നെ സാരീസിൻ്റെയും വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയിൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെ കളക്ഷൻസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ക്രിസ്മസ് അല്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾക്ക് സീസൺ സമയത്ത് വരുമ്പോൾ അതിനുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇവിടെ കിട്ടുന്നത്. പിന്നെ സാരീസിൻ്റെയും വെറൈറ്റീസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ. സാരീസ് അതുപോലെ തന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, റെഡിമെയ്ഡ്, ഇതിൻ്റെയൊക്കെ കളക്ഷൻസ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഓണർ ഒരു ഹായ് പറയും. ഒരു ഹായ് കിടക്കട്ടെ അല്ലേ? ബാക്കിയുള്ളവരൊക്കെ അവിടെ എല്ലാരും അകത്താണ്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങട്ടെ. അതും ഈ ഒരു കട മാത്രല്ല, തൊട്ടിപ്പുറത്തെ ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. ഇനോഗ്രേഷൻ തന്നെ വിളിച്ചില്ല, ഇപ്പോഴും ആ പരാതി തീർന്നിട്ടില്ല. കിടക്കട്ടെ. പക്ഷെ എല്ലാ വെറൈറ്റീസും ഇവിടെ കിട്ടും. അപ്പൊ സാരീസ് അതുപോലെ തന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെ, റെഡിമെയ്ഡ് സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. രണ്ടും ഒരു കട തന്നെയാണ് കേട്ടോ. രണ്ടും ഒരു കട, അതും പക്ക ഹോൾസെയിൽ ആണ്. അപ്പൊ ആ ഒരു കട കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തെ ഒരു കട കൂടി ഉണ്ട്. കിഡ്സും അതുപോലെ തന്നെ മെൻസ് വെയറിന്റെ സെക്ഷൻ ആണ് ഈ ഒരു സെക്ഷൻ. പിന്നെയും കട ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും ഇവിടെ ചാടി വന്ന് നിൽക്കാണ്. എന്റെ വേറൊരു കട കൂടി ഉണ്ടെന്ന്. ഇത് ഞങ്ങളുടെ തന്നെ വേറൊരു കട, അത് സാരി സെക്ഷൻ. ഇവിടെ റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയൽസിന്റെ സെക്ഷൻ. തിരക്കുണ്ട്, പിന്നെ വരാം. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞില്ലേ? ഇത് ഫുൾ ഹോൾസെയിൽ മാർക്കറ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് അറ്റം വരെ മുട്ടണം. ഇനി നമുക്ക് ഒരു വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ് കൂടി കാണാം. ഇവിടെയാണ് നമുക്ക് വെസ്റ്റേൺ വെയറിന്റെ വെറൈറ്റീസ് കിട്ടുന്ന ഒരു ഏരിയ. ഇതും വെസ്റ്റേൺ വെയറിന്റെ തന്നെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. വെസ്റ്റേൺ വെയറിന്റെ അതിൽ കിഡ്സ് വെയർ അതുപോലെ തന്നെ മെൻസ് വെയറിന്റെ സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ലേഡീസിന്റെ വെസ്റ്റേൺ വെയർസ് കിട്ടുന്ന ഒരു സെക്ഷൻ. ഇതിലൊക്കെ വീഡിയോ 2 കൊല്ലം മുന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും ട്രെൻഡിയുള്ള കളക്ഷൻസ് ഇപ്പം നമുക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രസ് ക്ലബ് റോഡ്. ഇവിടെ ഒരു ഇത് ദുപ്പട്ടയുടെ ഒരു സെക്ഷനാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇത് കാണുന്നത് ദുപ്പട്ടയുടെ ഒരു ഹോൾസെയിൽ സെക്ഷൻ ആണ്. ഇതും പ്രസ് ക്ലബ് റോഡിലുള്ളത് തന്നെയാണ്. ഇനി ഈ ഒരു ഏരിയയിൽ സ്കൂളും കൂടി ഉണ്ട്. സെന്റ് തെരേസ സ്കൂൾ അല്ലേ? കോൺവെന്റ്. പിന്നെ ഈ കാണുന്നതാണ് പ്രസ് ക്ലബ് എറണാകുളം.
എറണാകുളം പ്രസ് ക്ലബ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. പ്രസ് ക്ലബ് റോഡിൽ തന്നെ ഇതാണ് ശരിക്കും പറഞ്ഞ എറണാകുളം പ്രസ് ക്ലബ് റോഡ്. ഈ മുകളിൽ കാണുന്നത് മൊത്തം അല്ലേ? ഇത് കാണുന്നത് അടിയിൽ എറണാകുളം പ്രസ് ക്ലബ്ബ്. ആ ബിൽഡിങ്ങിന്റെ പേരാണ് റോഡിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതും ഹോൾസെയിൽ തന്നെയാണ്. ഫുൾ കുർത്തീസിന്റെ സെക്ഷൻ. ഇതും ഹോൾസെയിൽ തന്നെ. ഇതെല്ലാം ഹോൾസെയിൽ തന്നെ. ഇത് ഫുൾ നോക്കി അറ്റം വരെ അറ്റം വരെ ഹോൾസെയിലാണ്. ഹോൾസെയിൽ കുർത്തീസ് മാത്രമാണ്. ടോപ്പ്. അപ്പൊ ആ അറ്റം വരെ കാണുമ്പോഴാണ് നമുക്ക് CSB ബാങ്ക് കാണാം കേട്ടോ. ഇപ്പൊ വഴിയാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഏകദേശം. ഇനി നമുക്ക് ഇത് കാണുന്നത് ഫുൾ ചെറിയ ചെറിയ കടകൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫുൾ കളക്ഷൻസ് ആണ്. വരൂ, നമുക്ക് ഓടി ഓടി പോവാം കളക്ഷൻസ് കാണിക്കാനായിട്ട്. ഈ കാണുന്നതും നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റിന്റെ ഒരു കടയുടെ ഒരു ഭാഗം, ഹോൾസെയിൽ മാർക്കറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഈ ഒരു കട വരുന്നത്. ഫുൾ കുർത്തീസ് അതുപോലെ തന്നെ വെസ്റ്റേൺ വെയറിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ചടപ്പൊക്കോ ഫുൾ ഇന്നർ വെയർ ഐറ്റംസ് കേട്ടോ. പിന്നെ ഡെയിലി വെയർ നമുക്ക് വീട്ടിലിടാൻ പറ്റിയിട്ടുള്ള ഐറ്റംസിന്റെ ഒരു സെക്ഷനാണ്. ഹോൾസെയിൽ ആണ് കേട്ടോ ഇതും വരുന്നത്. പിന്നെ ഇപ്പുറത്ത് കാണുന്നതും ഇതും ഹോൾസെയിൽ തന്നെയാണ്. ഡിസ്പ്ലേ ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് ഓടിപ്പിച്ച് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുൾ കളക്ഷൻസ്, കുട്ടികളുടെ കളക്ഷൻസ് അതുപോലെ തന്നെ വെസ്റ്റേൺ വെയറിന്റെ ഒക്കെ കളക്ഷൻസ് ആണ്. അപ്പോൾ പ്രസ് ക്ലബ് റോഡിന്റെ അറ്റം മുട്ടാറായി. അറ്റം മുട്ടുമ്പോൾ നമുക്ക് എന്താ കാണാമെന്നറിയോ? ഇവിടെ ഒരു സിലോൺ ബേക്കേഴ്സും കൂടി ഉണ്ട്. ഇത് അത്യാവശ്യം ഒരു ഫേമസ് ബേക്കേഴ്സ് ആണ്. ഇവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടും. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഹോൾസെയിൽ കടയും കൂടി ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഹോൾസെയിൽ കട. ഫുൾ കുർത്തീസ് എന്ന് വെച്ചാൽ പ്രസ് ക്ലബ് റോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം കുർത്തീസിന്റെ വെറൈറ്റീസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു പ്രസ് ക്ലബ് റോഡ് എന്ന് പറയുന്നത്. അപ്പൊ സിലോൺ ബേക്കേഴ്സ് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇത് കൂടാണ്ട് തൊട്ടപ്പുറത്ത് ഒരു എൻട്രൻസ് കൂടി ഉണ്ട്. ആ ഒരു എൻട്രൻസ് കൂടി നോക്കാം, നമുക്ക് പോവാം. പ്രസ് ക്ലബ് റോഡ് ലാസ്റ്റ് മുട്ടുന്നതാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇനി ഇവിടത്തെ സിറ്റുവേഷൻ എന്ന് പറയാനായിട്ട് ഈ കാണുന്നതാണ് ഗസ്റ്റ് ഹൗസ്. എറണാകുളം ഗസ്റ്റ് ഹൗസിന്റെ അവിടുന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള വഴി കൂടെ കയറുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഈ കാണുന്നത് പ്രസ് ക്ലബ് റോഡിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. അപ്പം മേനക ബസ് സ്റ്റോപ്പ് വഴിക്ക് ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോവാം. അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് വഴിക്കാലും കയറാം. അപ്പോൾ ഓപ്പോസിറ്റുള്ള ജസ്റ്റ് ആ തിരക്കൊന്ന് കാണിക്കുന്നു കേട്ടോ ഞാൻ. ഓപ്പോസിറ്റുള്ള തിരക്ക് അതൊക്കെ വൺ വേ ആണ്. ആ വൺ വേ അവിടെ മേനക ബസ് സ്റ്റോപ്പ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് എൻട്രൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ എറണാകുളം ടെക്സ്റ്റൈൽ മാർക്കറ്റിലേക്ക്, അതും ഹോൾസെയിൽ ആയിട്ട് കേട്ടോ. ഇനി ഒരു സെക്ഷനും കൂടെ ഉണ്ട്, നമുക്ക് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് ആ ഭാഗത്തേക്ക് ഇനി നമുക്ക് പോവാം. നമ്മൾ അവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ ഗസ്റ്റ് ഹൗസ്, എറണാകുളം ഗസ്റ്റ് ഹൗസ്, അതുപോലെ തന്നെ പ്രസ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ബ്രോഡ്വേയിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് എൻട്രൻസ് വരുന്നുണ്ട്. അപ്പോൾ എൻട്രൻസ് ശരിക്കും പറഞ്ഞാൽ ആ സൈഡ് കാണുകയാണെങ്കിൽ നമുക്ക് മേനക ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് വരേണ്ട വഴിയെന്ന് ഒന്ന് വരും അറിയില്ല ഒരാൾ. ആലുവ, പറവൂര് ആ ഭാഗത്തു നിന്ന്, തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വന്നാൽ നമുക്ക് ബ്രോഡ് വേ ഇങ്ങനെ കയറാം. ഇങ്ങനെ കയറിയിട്ട് ഇതാണ് എൻട്രൻസ് മാർക്കറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, ഇതിൽ വരുമ്പോ നമുക്ക് എൻട്രൻസ് വരുന്നത് ഈ സൈഡാട്ടോ. ഈ എൻട്രൻസ് ഒന്ന് കാണിച്ചു. ഓക്കെ, പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് എടുത്ത് ചോദിക്കണം. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ബസ് ഇറങ്ങി വരുന്നവർക്ക് ഇവിടെ വരാം. കൊച്ചിന്നൊക്കെ ബസ്സിൽ വരാം. പറവൂരിൽ നിന്ന് വന്നവർക്ക് ഇവിടെ ഇറങ്ങുന്നവർക്ക് ഇങ്ങനെ വരാം. അപ്പൊ ഡയറക്റ്റ് ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇടവഴിക്കോടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് എൻട്രി ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇടവഴിയാണ്. ഇവിടുന്ന് കാറായാലും ടൂ വീലർ ആയാലും എന്തായാലും ഇവിടുന്ന് പോകും. അപ്പൊ ബ്രോഡ്വേ വഴിക്ക് ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ മേനക വഴിക്കാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു മെയിൻ എൻട്രൻസിലേക്ക് കിടക്കാം. അപ്പൊ ഇത് നമുക്ക് മേനക വഴിക്ക് വരുന്നവർക്കുള്ള വഴിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു എൻട്രൻസ്, അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇത് ഫുൾ ഹോൾസെയിൽ മാർക്കറ്റ് ആണോ? ഇത് ഫുൾ ഇവിടുന്ന് അങ്ങോട്ട് ഹോൾസെയിൽ മാർക്കറ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ഈ കാണുന്നത് മൊത്തം ഹോൾസെയിൽ മാർക്കറ്റ് ആണ് കേട്ടോ. നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അറിയപ്പെടാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതും ഹോൾസെയിൽ മാർക്കറ്റ് തന്നെ. ടൂ വീലർ കാറാണ് ഇവിടെ കൂടുതൽ എൻട്രൻസ് പോകുന്നത്. ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റ് തന്നെയാണ് വരുന്നത്. ഇതും ഹോൾസെയിൽ തന്നെയാണ്. കടന്നോളൂ. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തും ഇതും ഹോൾസെയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ ഫുൾ എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് വഴിക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ ഹോൾസെയിൽ മാർക്കറ്റിന്റെ. അല്ല, ഇത്ര നേരം നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. ഇത് ആരാണ്? നമസ്കാരം. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് യൂത്തിന്റെ കൂടെ. യെസ്, യൂത്ത് വിങ്. എന്താണ് നമ്മുടെ യൂത്തുകാരോട് പറയാനുള്ളത്? ഇല്ല, യൂത്തുകാരോട് എറണാകുളം ജില്ല മാത്രമല്ല, സൗത്ത് കേരളത്തിന്റെ ഏറ്റവും വലിയ പർച്ചേസ് ഹബ്ബാണ് എറണാകുളം മാർക്കറ്റ്. എറണാകുളം മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യൂത്ത് മാത്രമല്ല, കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എറണാകുളം മാർക്കറ്റിൽ ഉള്ള ആ ഒരു ഹോൾസെയിൽ സ്ഥാപനങ്ങൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖമാണ് എറണാകുളം മാർക്കറ്റ് എന്നുള്ളത്.
അത് മാത്രമല്ല നമുക്കിവിടെ പിന്നെ എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. കേരളത്തിൽ സപ്ലൈ ചെയ്യുന്ന എല്ലാ ബ്രാൻഡഡിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും ഓഫീസും കിടക്കുന്നത് എറണാകുളത്ത് തന്നെയാണ്. പിന്നെ ഈ മാർക്കറ്റിൽ നമുക്കറിയാം കുർത്തി ഏറ്റവും കൂടുതൽ ഇപ്പം എക്സ്പോർട്ടേഴ്സ് പോലും വന്ന് പർച്ചേസ് ചെയ്യുന്നൊരു സ്ഥലമായിട്ട് എറണാകുളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുർത്തി മാനുഫാക്ചേഴ്സ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതൊക്കെ ഇവരൊക്കെ ഈ അടിച്ചു വരിച്ചിരിക്കുന്നതൊക്കെ മറ്റുള്ള സ്ഥലത്തുനിന്ന് വരുന്ന പ്രൊഡക്റ്റ് മാത്രമല്ല, സ്വന്തമായി ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ കൂടിക്കൂടി എറണാകുളം മാർക്കറ്റിൽ വന്നു എന്നുള്ളത് ഏറ്റവും വലിയ എറണാകുളം മാർക്കറ്റിൻ്റെ പ്രത്യേകതയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കസ്റ്റമർ എന്ന രീതിയിൽ അല്ലെങ്കിൽ തുണി വ്യാപാരം നടത്തുന്ന ഒരാൾ തീർച്ചയായും അവർ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് എറണാകുളം മാർക്കറ്റ്. അതെ, എന്നുവെച്ചാൽ പർച്ചേസ് ചെയ്യണത് അത് രണ്ടാമത്തെ കാര്യം. ഒന്ന് വന്ന് കാണാം അത് എന്താണെന്നുള്ളത്, അതിന്റെ ക്വാളിറ്റി, റേറ്റ് ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ പർച്ചേസ് അത് ഒരു ഓപ്ഷൻ അല്ലേ. പക്ഷെ വരേണ്ട കാര്യം അതും യുണീക് പ്രൊഡക്ട്സ് ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഇവർ തന്നെ ഡിസൈൻ ചെയ്യുന്ന യുണീക് പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊന്ന് വാക്ക് ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഇതൊന്ന് വാക്ക് ചെയ്ത് നമുക്ക് സ്പെഷ്യൽ രണ്ട് ഗസ്റ്റുകൾ ഇവിടെ കിടക്കുകയാണ്. ഇതാ രണ്ടാൾക്കാർ അവിടെ പ്രൊഡക്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഓർഗനൈസിംഗ് വർക്കിംഗ് പ്രസിഡന്റ്, സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ്, ട്രിവാൻഡ്രം ജില്ലാ ട്രഷറർ അല്ലേ? ട്രിവാൻഡ്രം ജില്ലാ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റാണ്. അപ്പൊ ഇവരൊക്കെ ഗസ്റ്റുകളാണ്. ഗസ്റ്റുകളല്ല, ഇവരൊക്കെ ഇവിടെ സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇവിടെ ഉള്ളത്. ഓക്കെ, എന്തായാലും ഇവരോട് സംസാരിക്കാൻ രണ്ട് വാക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടോ? പിന്നെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മുടെ എറണാകുളം മാർക്കറ്റിനെ കുറിച്ച്. എറണാകുളം മാർക്കറ്റിനെ കുറിച്ച് പറയുന്നതിനേക്കാളും മുന്നേ നമ്മളെ സ്വയമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തിയത്. എൻ്റെ പേര് ഷാനവാസ് ആണ്. ഞാൻ KTGയുടെ ആക്ടിംഗ് വർക്കിംഗ് പ്രസിഡന്റ് ആണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന ചെറിയൊരു ഗ്രാമത്തിൽ രണ്ട് സ്ഥാപനങ്ങളാണുള്ളത്. റോയൽ വെഡ്ഡിംഗ് സെൻറ്റർ ആൻഡ് റോയൽ സിൽക്സ് എന്ന രണ്ട് സ്ഥാപനങ്ങളാണുള്ളത്. 24 വർഷക്കാലമായി ഇവിടെ എറണാകുളം മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. വളരെയധികം വിലക്കുറവും നമുക്ക് ഏതൊരു ഡയറക്റ്റ് പർച്ചേസ് ചെയ്താലുണ്ടാവുന്ന ബാധ്യതയും ഒരുപാട് സ്റ്റോക്കോ മെയിൻറ്റെയിൻ ചെയ്യാതെ തന്നെ നല്ല കളക്ഷനും ഏറ്റവും ചെറിയ വിലക്കുറവിലും കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഈ എറണാകുളം മാർക്കറ്റിൽ വന്നാലുള്ള പ്രത്യേകത. പിന്നെ നല്ല നല്ല ടോപ്പുകൾ ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ട്. മിക്ക കച്ചവടക്കാർക്കും അതറിയില്ല. എറണാകുളം മാർക്കറ്റിൽ വളരെ യൂണീക്കായിട്ടുള്ള ഒരുപാട് ഹാൻഡ് വർക്ക് ചെയ്തതും നല്ല നല്ല പ്രൊഡക്റ്റ് ആയിട്ടുള്ള കുർത്തീസ് ഇവിടെ എറണാകുളം മാർക്കറ്റിൻ്റെതായ കളക്ഷൻസ് ഉണ്ട്. അത് മിക്ക കച്ചവടക്കാർക്കും, പ്രത്യേകിച്ച് നോർത്തിലുള്ള കച്ചവടക്കാർക്കൊന്നും അറിയില്ല. എല്ലാ ആളുകളും ഒരിക്കലെങ്കിലും എറണാകുളം മാർക്കറ്റ് വിസിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിന് വലിയൊരു മുതൽക്കൂട്ടാവും. പിന്നെ ഈ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത് ഹോൾസെയിൽ ആണ്. അതുകൂടി എടുത്ത് പറയാട്ടോ, റീറ്റെയിൽ കസ്റ്റമേഴ്സിന് വെച്ചാൽ നമ്മൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രവേശനമാണ്. അതെ, B2B ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനി നമ്മളും കൂടി ഉണ്ട് ഇവിടെ ഒന്ന് സുഹൃത്താണ്. ഓക്കെ, അപ്പുറത്ത് പോവാം നമുക്ക്. ഓക്കെ, അപ്പുറത്തെ കടയിൽ നോക്കിയിട്ട് അവിടെ എന്താണ് വെറൈറ്റീസ് നോക്കാം നമുക്ക്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ എന്താണ് ഫുൾ കുർത്തീസ് തന്നെയാണ് കേട്ടോ. ഇത് ഹോൾസെയിലാണ്. ഈ കാണുന്നത് മൊത്തം ഹോൾസെയിൽ തന്നെയാണ് കേട്ടോ. ഫുൾ കുർത്തീസിന്റെ കളക്ഷൻസ്. ഇവിടെ ഒരു കട വിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറി നോക്കാം. ഇത് കളക്ഷൻസിന്റെ ഇഷ്ടം പോലെ നോക്കിയാൽ പാൻസിന്റെ വെറൈറ്റീസ്, അതുപോലെ തന്നെ വെറൈറ്റീസ് മൊത്തം ഉണ്ട്. ഞാൻ ഉള്ളിലേക്ക് ഫുൾ കയറുന്നില്ല. ഈ കാണുന്നത് മൊത്തം വെറൈറ്റീസ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. തിരക്കാണ്. എപ്പോഴും മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തിരക്കുള്ള ഒരു ഏരിയ തന്നെയാണ് വരുന്നത്. ഓക്കെ, അവിടുത്തെ ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇതും ഫുൾ മാർക്കറ്റ് ഏരിയ തന്നെയല്ലേ? ഇതും ഹോൾസെയിൽ കട തന്നെയാണ്. ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്താണ്? ടീഷർട്ട് മുഴുവൻ ടീഷർട്ടുകളാണ് കംപ്ലീറ്റ്. അങ്ങനത്തെ വെറൈറ്റീസ്, ഫ്രോക്കുകൾ എല്ലാം ടീഷർട്ടാണ് കൂടുതൽ ഡെയിലി വെയർ ഐറ്റംസ് ആണ്. ഡെയിലി വെയർ ഐറ്റംസിന്റെ സെക്ഷൻ തന്നെയാണ് ആ കാണുന്നത്. മുകളിലൊക്കെ നോക്കിയാൽ മുകളിലും കടകളുണ്ട്. ഇതെല്ലാം തന്നെ ആ ടൈപ്പ് സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കാണാണ്ട് പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതും ഫുൾ ഹോൾസെയിൽ. വണ്ടികളുണ്ട്. ഇതും ഫുൾ കുർത്തീസിന്റെ ഒരു സെക്ഷൻ ആണ്. ഈ കാണുന്നത് മൊത്തം കുർത്തീസ് ആണ്. ഇതൊക്കെ ഹോൾസെയിലാണ്. ഹോൾസെയിൽ ഓൺലി ഹോൾസെയിൽ. ഇതിവിടെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കുട്ടികളുടെ ഇഷ്ടം പോലെ വെറൈറ്റീസിന്റെ ഒരു കളക്ഷനാണ്. റേറ്റ് വൈസ് നോക്കുമ്പോൾ വ്യത്യാസമായിട്ടുള്ള റേറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. റേറ്റ് ഒക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ടറിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് റേറ്റ് പറയാൻ പറ്റില്ല. എന്തായാലും ഹോൾസെയിൽ റേറ്റിന് നല്ല വിലക്കുറവിന് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇനി ഇവിടത്തിന്റെ ഉള്ളിൽ മാർക്കറ്റ് തന്നെയല്ലേ? ഇതും മാർക്കറ്റ് ഏരിയ തന്നെയാണ് കേട്ടോ, ഹോൾസെയിൽ. ഒരു ഷോപ്പ് മാത്രമല്ല, ഇതിന്റെ അപ്പുറത്തും നമുക്ക് ഹോൾസെയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡും ഹോൾസെയിലാണ് വരുന്നത്. ഇങ്ങനെ ചുറ്റും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ഹോൾസെയിൽ മാർക്കറ്റാണ് കാണുന്നത് കേട്ടോ.
ഇതും ഹോൾസെയിൽ മാർക്കറ്റ് ആണ്. അകത്തുണ്ടെന്ന് പറയുന്നുണ്ടോ? ഒന്ന് ഓടി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് കളക്ഷൻസ് ഇവിടെ വരുന്നത്. കുറെ പേരൊക്കെ ഇതിനുള്ളിൽ കയറാണ്ട് പോകാറുണ്ട് അല്ലേ? നമുക്ക് ടെക്സ്റ്റൈലിന്റെ ഐറ്റങ്ങളാണ്, ഷർട്ടുകള്, ജീൻസുകള്, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും. എന്നുവെച്ചാൽ ഇതൊക്കെ കാണാണ്ട് പോകുന്ന സ്ഥലം, ഇതൊക്കെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം നമുക്ക് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് ഇവിടെയൊക്കെ. അപ്പൊ കസ്റ്റമർ വരാനുമ്പോൾ ഈ ഏരിയ ഒക്കെ വരാൻ മറക്കരുത്. അപ്പൊ ഇനി ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തേക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കാൻ ഹോൾസെയിലിന്റെ തന്നെയാണ്. നമുക്ക് ഈ ഒരു സെക്ഷനും ഹോൾസെയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ മുകളിലും കടകള് അത് തന്നെയാണ്, ഹോൾസെയിലിന്റെ തന്നെയാണ് വരുന്നത്. ഇതിന്റെ മുകളിലും ഹോൾസെയിൽ കട തന്നെയാണ്. മുകളില് ഡ്രസ് മെറ്റീരിയൽ ഉണ്ട്, അത് കൂടാതെ ഷർട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ താഴെ നമ്മുടെ മനോജിന്റെ കട. മനോജ് ആരാന്നറിയോ? മനോജ് കേട്ടോ, ഇങ്ങോട്ട് വാ. നമ്മുടെ മനോജേട്ടൻ്റെ കട ഇവിടെ ഉണ്ട്. അപ്പൊ കടയുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ഇത് കാണുന്നത് മൊത്തം ഇവിടെ ഹോൾസെയിലാണ്. മോളിലും താഴത്തായിട്ട് എല്ലായിടത്തും ഇവിടെ ഹോൾസെയിൽ മാർക്കറ്റാണ് ഉള്ളത് കേട്ടോ. ഇതൊക്കെ നമ്മൾ കാണാണ്ട് പോകുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഐറ്റങ്ങള്, പാർട്ടി വെയർ ഐറ്റങ്ങള്, അതുപോലെ തന്നെ ഡെയിലി വെയർ ഐറ്റങ്ങൾ മുഴുവൻ ഇവിടെ ഈ ഭാഗത്ത്. പിന്നെ അണ്ടർ ഗാർമെന്റ്സ്, അതും ബ്രാൻഡഡ് ഐറ്റംസ് കേട്ടോ. അതൊക്കെ കിട്ടുന്ന ഏരിയ ആണ് ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയയും കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് കിടക്കാം. ഇനി ഇപ്പുറത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഫുൾ മാർക്കറ്റ് തന്നെയാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ രണ്ടാളും അങ്ങോട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. പോവല്ലേ, ഇതിന്റെ ഇടയിൽ അവിടെ മിസ്സായി പോയി. നമ്മളെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ മതിയാ. ഞാൻ വന്നിട്ട് തിരുവനന്തപുരം ജില്ലയിൽ KTJ ട്രഷറാണ്. പിന്നെ ഞാൻ 24 വർഷമായി സ്ഥാപനം തുടങ്ങി. 24 വർഷമായി. ഇപ്പോൾ നല്ലൊരു വലിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ എറണാകുളത്താണ് മെയിനായിട്ട് വരുന്ന എല്ലാ ജെൻസിൻ്റെ ബ്രാൻഡുകളും. ജോൺ ഗവീസ് ആയിക്കോട്ടെ, നോർത്ത് റിപ്പബ്ലിക് ആയിട്ട് F2, ഇതെല്ലാത്തിനും ഡിസ്ട്രിബ്യൂട്ട് ഇവിടെയാണ് ചെയ്യുന്നത്, എറണാകുളത്താണ് ചെയ്യുന്നത്, മെയിൻ ബ്രാൻഡുകളെല്ലാം. അപ്പോൾ നമ്മൾ വീക്കിലി ഒരു പ്രാവശ്യം ഇവിടെ വരേണ്ടി വരും. ആ കൂട്ടത്തിൽ ഇവിടെ മാർക്കറ്റിൽ കയറി നല്ല അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. മാർക്കറ്റിൽ വരണമെന്നാണ്. എത്ര നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്താലും ഇവിടെ വരുമ്പോഴാണ് കുറച്ച് കളർഫുൾ കിട്ടുന്നത്. കളർഫുൾ മീൻസ് നമുക്ക് അവിടുത്തെ ബൾക്ക് ഒരുപാട് വേണ്ട, അത്യാവശ്യം ഷോർട്ടേജ് ആയിട്ട് വന്ന് വാങ്ങാം. അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. റേറ്റ് നമ്മൾ ഡയറക്റ്റ് ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് പോകണ്ടെന്നാണ്. പോകണം, നമുക്ക് പോകേണ്ട സമയത്ത് പോയാൽ പറ്റുള്ളൂ. ഇവിടെ പക്ഷേ ഇവിടെയും വേണം, രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് മാത്രം പറ്റത്തില്ല. നമുക്ക് ബോംബെ ചെന്ന് കഴിഞ്ഞാൽ വരാൻ തന്നെ 15-20 ദിവസം എടുക്കും. കൽക്കട്ട ഒരു 30 ദിവസം എടുക്കും. അത്യാവശ്യം സാധനങ്ങൾ ഷോർട്ടേജ് ആയിട്ട് വന്നെടുക്കാൻ പറ്റിയ കളക്ഷൻ ഉണ്ട്. റേറ്റ് റീസണബിൾ റേറ്റ് ആണ് കേട്ടോ. എറണാകുളം മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ഥാപനത്തിന്റെ റണ്ണിങ് ആവുള്ളൂ. മറ്റത് ഓക്കെ, അത്യാവശ്യ സാധനങ്ങൾ, ഒരു ഷോർട്ടേജ് ഐറ്റങ്ങൾ അതൊക്കെ ചെയ്യാൻ എറണാകുളം മാർക്കറ്റ് വരണം. എറണാകുളം മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. കടയുടെ പേര് സുവർണരാഗം വട്ടപ്പാറ. സുവർണരാഗം വെഡിങ്. അവിടെ വരുമ്പോഴത്തേക്ക് അറിയാം, ഒരു അത്യാവശ്യം വലിയൊരു ഷോപ്പാണ്. 24 വർഷമായി. സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരാം. ഡിസ്കൗണ്ട് ഫ്രീ ആണ്. ഞാൻ ഫ്രീ ആണ് നോക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളിത് ഈ കടയൊന്നും കാണിച്ചില്ല. ഇതില് ഡിസ്പ്ലേ കാണാം നമുക്ക്. ഇവിടെ അതെ, എല്ലാം വെറൈറ്റീസ് കിട്ടുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പാണ് ഇവിടെ എന്ന് പറയുമ്പോൾ. A to Z എല്ലാ ഐറ്റംസ് കിട്ടും. ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ് കേട്ടോ. നമുക്ക് എല്ലാ ഐറ്റംസ് കിട്ടുന്ന ഒരു ഏരിയ. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നടക്കാം. ഇങ്ങോട്ട് നടക്കുമ്പോൾ കുട്ടികളുടെ ഇപ്പോൾ പുതിയ വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട് ക്രിസ്മസിന് വേണ്ടിയിട്ട്. പെൺകുട്ടികൾക്കുള്ളത് കേട്ടോ, ഫ്രോക്കുകൾ ക്രിസ്മസിനുള്ളത്. ഇതൊക്കെ ഹോൾസെയിലാണ്. ഷർട്ടുകൾ മാത്രം കിട്ടുന്ന ഒരു ഏരിയ. ഒരു ഹായ് പറഞ്ഞോ, അവിടെ കിടക്കട്ടെ ഒരു ഹായ്. ഒരുവിധം ഇവിടെ എല്ലാതും വില കുറവാണ്. നിങ്ങളൊന്ന് വന്ന് നോക്കിയാൽ മതി. അപ്പൊ എല്ലാതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ. രണ്ട് സൈഡും നമുക്ക് തുണികളുടെ കച്ചവടം നടക്കാൻ പറ്റിയിട്ടുള്ള ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. എവിടെ നോക്കും എന്ത് നോക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഒരു ദിവസം ശരിക്കും പോരാണ്ട് വരും. ഇനി ഒരു സംശയം കൂടി ഉണ്ട്. ഒരാൾ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ദിവസം കൊണ്ട് എന്തായാലും ഇത് ഫുൾ കവർ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4 സൈഡിലും ലോഡ്ജും കാര്യങ്ങളുണ്ട്. മാർക്കറ്റിന്റെ അകത്തും നമുക്ക് ലോഡ്ജുകളുണ്ട്. മലബാർ ഹൗസ് ഉണ്ട്, ബ്ലൂ ഡയമണ്ട് ഹോട്ടൽ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് അന്നപൂർണ. അങ്ങനെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ ഇവരെ ആരെങ്കിലും നമ്പർ തരാം. അപ്പൊ സ്റ്റേ സൗകര്യം വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ഇതൊരു ഷർട്ടിന്റെ ഇത് ഒരു മൊത്തം ഒരു ഫുൾ ഒരു മാർക്കറ്റാണിത്. അതെ, ഒരു ബിൽഡിംഗ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ പേര് നോക്കേണ്ടി വരും എന്തായാലും. ഈ ഒരു പേരില്ലാത്തൊരു ബിൽഡിംഗ് ആണ്. പേരില്ലാത്തൊരു ബിൽഡിംഗ്. ഇതിന്റെ അകത്തൊക്കെ ഉണ്ടല്ലേ. പാരാമൗണ്ട് ടവർ എന്നാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ പേര്. ഇതിന്റെ ഉള്ളിലും കളക്ഷൻസ് ഉണ്ട്, പുറത്തും കളക്ഷൻസ് ഉണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും വെറൈറ്റി കളക്ഷൻസ്.
അതൊരു കട തന്നെയാണ്, ഒരു കട. അതിന്റെ ഉള്ളിലോ? ഇത്ര നാളെ ഞാൻ എറണാകുളം മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഇതവിടെ നിന്ന് ഒന്ന് കയറി നോക്കട്ടെ. ഞാൻ ഇതുവരെ കാണാത്തൊരു സ്ഥലം എറണാകുളം മാർക്കറ്റിൽ. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കടകൾ പൊളിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് കാര്യം മനസ്സിലായില്ലേ? ഇതിന്റെ ഉള്ളിൽ ഏകദേശം എത്ര കടയുണ്ട്? 2 കട. 4 അല്ല കേട്ടോ, 2 കടയാണ് കേട്ടോ ഉള്ളത്. എന്ത് ഐറ്റംസ് എവിടെ കിട്ടുന്നത്? ഈ റോഡ് ഐറ്റംസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നമുക്ക് ഇനി അപ്പുറത്തേക്ക് പോയാലോ? റണ്ണിങ് മെറ്റീരിയൽസ്. ഇത് കംപ്ലീറ്റ് റണ്ണിങ് മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു കട. ഓണറാണ്. ഓ ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ഇപ്പൊ തന്നെ കിടക്കട്ടെ. ഓക്കെ, റണ്ണിങ് മെറ്റീരിയൽസും റെഡിമെയ്ഡ് കുർത്തി ലെഗിൻസ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പ് കേട്ടോ. പിന്നെ നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾക്ക് റോഡ് കാര്യങ്ങളും അതിന്റെ കളക്ഷൻസ് പരമാവധി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുൾ ഹോൾസെയിൽ മാർക്കറ്റ്. ജെൻസിന്റെ ഐറ്റംസ്, ജെൻസിന്റെ ഐറ്റംസ് ഇവിടെ വന്നു. ജെൻസിന്റെ ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു സ്ഥലം കേട്ടോ. ഇത് ഒരു ഒറ്റ കടയല്ലേ? ഒരു ഒറ്റ കടയാണ് കേട്ടോ. ജെൻസിന്റെ ഐറ്റംസ് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, പുറമെ നിന്ന് കാണിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പർദ്ദ മാത്രം കിട്ടുന്ന ഒരു ഏരിയ. പർദ്ദ മാത്രം കിട്ടുന്ന ഒരു ഏരിയ. എന്താ ഐറ്റം? പർദ്ദ മാത്രം. ഓക്കെ, വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഒരു ഹായ് സിരാജിന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നു. ഇപ്പഴത്തെ എന്താ വെറൈറ്റി ഉള്ളത്? ഇപ്പഴത്തെ ജെൻസിന്റെ ഐറ്റംസ്, ഡെയിലി വെയർ ഐറ്റംസ്, ജെൻസിന്റെ ഐറ്റംസ്. ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡിന്റെ പേരാണ് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ്. ഇത് മേനക വഴിക്കായാലും വരാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഗോപാലപ്രഭു റോഡ് എന്ന് വെച്ചാൽ MG റോഡ് വഴിക്ക്, ഗോപാലപ്രഭു റോഡ് വഴിക്ക്. ഇത് നൈറ്റീസോ? ഇതും നൈറ്റീസ്. ഓണേഴ്സ് ആണ് കേട്ടോ ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് ക്യാപ്സും അതുപോലെ മഫ്ലേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ? ഹാറ്റുകള്, തൊപ്പി, ബെൽറ്റ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. ഇതാണോ മുതലാളി? വാ, ഒന്ന് കാണട്ടെ. വായോ മുതലാളി, ഒരു ഹായ് പറയ്. ഇവിടെ എന്താ ഐറ്റംസ് കിട്ടുന്നേ? ഇവിടെ ബെൽറ്റ്, തൊപ്പി, സ്പെക്സ്, ആക്സസറീസ്. എനിക്കൊരു കണ്ണട തരുമോ? ഒന്ന് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തരാം. വെയില തന്നെ. ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇപ്പുറത്തെ സൈഡ് എന്താ? ചുരിദാർ, ടോപ്പ് ഐറ്റംസുകൾ കിട്ടുന്ന കട. ഇതിപ്പോ റെഡ് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ വെച്ചതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ക്രിസ്മസ് ആണ്, വീണ്ടും പറയാണ്, സീസൺ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വിഷു ആണോ ഓണായോ എന്ത് സീസൺ അതിനനുസരിച്ചിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ എറണാകുളം മാർക്കറ്റിൽ വന്നതാണ്. എന്ന് വെച്ചാൽ 2 മാസം മുന്നേ തൊട്ട് എന്തോ ഒരു ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇനി വേറൊരു ഹോൾസെയിൽ എന്ന് വെച്ചാൽ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് വഴിക്ക് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ തൊട്ട് സൈഡിൽ ഒരു വഴി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു തൊട്ട് സൈഡിലുള്ള വഴിയാണ് ഈ കാണുന്ന വഴി എന്ന് പറയുന്നത്. ഈ വഴി കൂടെ കയറി കഴിഞ്ഞാലും ഇവിടെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിലാണ് നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റ് ഉള്ളത്. അപ്പൊ പോകുമ്പോൾ തന്നെ ഇഷ്ടംപോലെ നമ്മൾ ഈ മാർക്കറ്റും നമ്മൾ പണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് തന്നെ ഒരു 2 മാസം മുന്നേ. അപ്പൊ ഇവിടെ വന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ വെറൈറ്റീസ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തരം ഐറ്റംസും ഇവിടെ കിട്ടുന്നതായിരിക്കും. ഹാൻഡ്ലൂംസ്, യൂണിഫോം, റണ്ണിങ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ യൂണിഫോം സാരീസ്, പിന്നെ എന്താ രാംരാജിന്റെ ധോത്തീസ്, അങ്ങനത്തെ സംഭവമൊക്കെ വെറൈറ്റീസ് ഒക്കെ കിട്ടുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ ഇത് വലിയൊരു ബിഗ് ബിൽഡിംഗ് ആണ് കേട്ടോ. ഈ ബിൽഡിങ്ങിന്റെ പേരെന്താ? KP ടവർ ബിൽഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. KPK ടവർ. ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെയും അത്യാവശ്യം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതാണ് ഫുൾ എന്ന് വെച്ചാൽ ഇതൊരു 3 ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗാണ്. അപ്പൊ നോ റീറ്റെയിൽ, ഓൺലി ഹോൾസെയിൽ. ഇനി പുറത്തേക്ക് ഇറങ്ങാം. കോയമ്പത്തൂരാണ്. അപ്പൊ ഇവിടെ പർച്ചേസിങ് വന്നതാ. എങ്ങനെയുണ്ട് ഇവിടെ? എന്തായാലും ഒരാളെ കിട്ടിയില്ലേ? എങ്ങനെയുണ്ട് ഇവിടെ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നല്ല
സെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് മെച്ചം കാര്യങ്ങളൊക്കെ മേടിക്കാനും സാധനങ്ങൾക്കൊക്കെ ഇവിടെ നല്ല പെരുമാറ്റം ഉണ്ടാ ആൾക്കാരൊക്കെ മൊത്തത്തിൽ എറണാകുളം മാർക്കറ്റിന്റെ മാർക്കറ്റ് നല്ല പെരുമാറ്റം നല്ല ആൾക്കാരുണ്ട് നല്ല ആൾക്കാരാണ് പോരെ. അപ്പൊ ക്വാളിറ്റി തന്നല്ലോ ആൾക്കാരെ പിടിച്ചിട്ട്. അപ്പൊ കോയമ്പത്തൂരിന് 2 വീലറിലാണോ വന്നേ? ഇല്ലില്ല, ഞാൻ എനിക്കിവിടെ വേറെ ഷോപ്പുണ്ട്. ആ ശരി, അതും ഉണ്ടല്ലേ. ഷോപ്പിന്റെ പേര് ഞാൻ ചോദിക്കണില്ല, അത് വേണ്ട. എന്നെ അവിടെ വരെ കൊണ്ടാക്കോ? ബെസ്റ്റ് പേര് എവിടെ? തൃശ്ശൂര്. തൃശ്ശൂരാ? ഉണ്ടാക്കൂല, അത് ഞായറാഴ്ച പോവാ. ഞായറാഴ്ച പോവാ, എന്നെ ഒന്ന് കൂട്ടിക്കോളോട്ടാ. അപ്പൊ ശരി. കിട്ടുന്ന സ്ഥലമാണ് ഈ ഒരു ഷോപ്പ്. ഷോപ്പ് ഡെയിലി വെയർ കിട്ടുന്ന സ്ഥലമാണ്. എല്ലാ ഡെയിലി വെയർ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നടന്നു പോവാം. നമുക്ക് നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ കുർത്തീസ്, 2 പീസ്, നൈറ്റീസ് എല്ലാം കിട്ടുന്ന സ്ഥലം. എല്ലാതും ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് കാണിക്കുന്നുള്ളൂട്ടോ. ഫുള്ള് ഇത് ഫുള്ള് കുർത്തീസിന്റെ ഒരു സെക്ഷൻ കയ്യാറായി ഏകദേശം. നമ്മള് ഇവിടെ എന്താ ഐറ്റം? എന്താ? നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട്, ടോപ്പ് ഐറ്റംസ് ഉണ്ട്, 2 പീസ് 3 പീസ് റെഡിമെയ്ഡ് ഉണ്ട്, ഷാള്, പാന്റ്. കണ്ട പറയുമ്പോഴേക്കും ആള് പിടിച്ചിങ്ങനെ നിക്കണം. ഇങ്ങനത്തെ ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുറെ ഭംഗിയുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ത്രെഡ് വർക്കിലുണ്ട്. അങ്ങനെ പോവാം. അപ്പൊ ഇനിയും ഇവിടെ ഈ ജംഗ്ഷൻ കൂടി കഴിഞ്ഞ് നമ്മളുടെ മലബാർ ഹൗസ് എത്തി. ഇവിടെ നമുക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി. അതെ, സമയമായി. ഞങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആക്ച്വലി നമ്മൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരുപാട് കടകളുണ്ട്. ഇനിയും ഒരുപാട് കടകളുണ്ട്. ആ കടകൾ ഇനിയും നമുക്ക് ഇനി ഒരു ദിവസം. എനിക്കൊരു കാര്യം കൂടി ചോദിക്കാണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ, വണ്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കടക്കാനായിട്ട്. ഇവിടെ യൂണിയൻ ചേട്ടന്മാരില്ലാണ്ട് ഈ ഒരു മാർക്കറ്റ് ഇല്ല അല്ലേ ചേട്ടന്മാര്? ഈ മാർക്കറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പൂൾ തൊഴിലാളികളുടെ യൂണിയൻകാരോട് സംസാരിക്കണം. അവര് നമ്മുടെ താജുദ്ദീനോടൊന്ന് സംസാരിക്കും. അതാ ഞാൻ പറഞ്ഞ, ഇവരില്ലാണ്ട് ഈ ഒരു എറണാകുളം മാർക്കറ്റ് ഇല്ലാന്ന്. എല്ലാരും കൂടി ഒന്ന് കൂടിയാ പ്രധാന ഘടകം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ 100 പേര് ഇവിടെ ഉണ്ട്. മാർക്കറ്റ് മൊത്തം 1000 പേരോളം ചോട്ടോളികൾ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ പുതിയൊരു മാർക്കറ്റ് ഇപ്പൊ ഗോൾഡ് അല്ല, സ്വർണ്ണ ഗോപുരം പോലെയാണ് മാർക്കറ്റ് പണിത് വെച്ചേക്കണത്. ഏത് സാധനത്തിനും 1 കിലോമീറ്ററിലുള്ള എല്ലാ സാധനവും കിട്ടൂല. അതാണ് ഈ ഒരു മാർക്കറ്റിന്റെ പ്രത്യേകത. കേരളത്തിൽ ഇതൊരു മാർക്കറ്റ് ഇല്ല, കേരളത്തിലില്ല. കേരളത്തിലത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹോൾസെയിൽ മാർക്കറ്റ് ആണ് നമ്മളിപ്പോ നിൽക്കുന്നത്. കേരളത്തിലെ ആളുകൾ മാത്രമല്ല പർച്ചേസ് ഉണ്ട്, പുറത്തുള്ള തമിഴ്നാട്ടുകാരും മറ്റുള്ള സ്ഥലക്കാരൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു മാർക്കറ്റാണിത്. ഈ ഒരു മാർക്കറ്റ് ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ 10 വർഷം ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ 300 ദിവസം ഞങ്ങൾക്ക് പണിയുണ്ട് ഇവിടെ. 24 hours ആണ്. അതന്നെ 365 ദിവസം 24 മണിക്കൂർ നൈറ്റും ഡേയും പണിയുള്ള ആളുകളാണ്. കാരണം അതിനും മാത്രം ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്ന് പർച്ചേസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ് ഈ ഇതുപോലത്തെ ഒരു മാർക്കറ്റ് വേറെ എവിടെ ഉള്ളത്? ആരും കാണിക്കാൻ പറ്റില്ല. ബിഗ്ഗസ്റ്റ് ഒരു മാർക്കറ്റാണ്. തുണി ഇപ്പൊ ഏകദേശം കണ്ടിട്ടുണ്ടാവില്ല. തുണി എന്നൊക്കെ പറഞ്ഞാൽ കണ്ടല്ലേ, എല്ലാ സാധനവും ഏത് മോഡൽ വേണം എല്ലാം ഇവിടെ കിട്ടും. കാരണം റീസണബിൾ ആണ്. വിലയുടെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം കുറച്ച് കൊടുക്കുന്ന മുതലാളിമാരാണ് ഇവിടെ എല്ലാവരും. ഒരാളവിടെ ഒളിച്ചു നിൽക്കണ്ടോ? നിങ്ങടെ കയറി വന്ന തല ഒന്നും കാണില്ല. എല്ലാരും ഒന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോ? നിതീഷ്, നജീബ്, ബിജു, സിറാജി, നിജോ, ടിനു, സനീഷ്, നവാസ്, ഇത് കൂടാണ്ട് ഒരു 100-ന് മേലെ ഇവിടെ യൂണിയന് നമുക്ക് വേണ്ടി രാവും പകലും വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്തേക്ക് ഈ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവരുടെ അധ്വാനം ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു മാർക്കറ്റ് ഒന്നുമല്ല. കച്ചവടക്കാരും തൊഴിലാളികളും നല്ലൊരു സൗഹൃദത്തിൽ പോകുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ്. അത് ഏറ്റവും നല്ല തൊഴിലാളി സൗഹൃദത്തിൽ പോകുന്ന ഒരു മാർക്കറ്റാണിത്. അപ്പോൾ യൂണിയൻകാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞാലും അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങളോട് പറഞ്ഞാലും ഏറ്റവും ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിലുള്ള തൊഴിലവസരം ഉള്ള ഒരു മാർക്കറ്റ് അതാണിത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. ഓക്കെ, യൂത്ത് വിങ് ഇങ്ങോട്ട് വാ, നമുക്കൊന്ന് അവസാനിപ്പിക്കണ്ട. എല്ലാവർക്കും വാ 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 എല്ലാവർക്കും ഒന്ന് അവസാനിപ്പിക്കാം. അപ്പൊ ഇതാണ് ലാസ്റ്റ് എൻഡ്. നമ്മൾ ഫുൾ കറങ്ങി ചുറ്റി ഏകദേശം ഒരു 2 മണിക്കൂർ മേലെ വീഡിയോ ആയിട്ടുണ്ടാവും വിചാരിക്കണം. എന്തായാലും റൂട്ട് ഒന്നുകൂടിയും പറയാം. നമുക്ക് ട്രെയിൻ വഴിക്ക് വരാണെങ്കിൽ നോർത്തിലും അതുപോലെ തന്നെ സൗത്തിലും ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോയിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മേനക ബസ് സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് എറണാകുളം മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ എറണാകുളം മാർക്കറ്റ് എന്ന് പറഞ്ഞാലും മതി. ഇനിയിപ്പോ സൗത്തിൽ ഇറങ്ങിയാൽ കോൺവെന്റ് ജംഗ്ഷൻ, നോർത്തിൽ ഇറങ്ങിയാലും കോൺവെന്റ് ജംഗ്ഷൻ,
ഗോപാലപ്പുറം റോഡ് പറഞ്ഞാലും എല്ലാ ഓട്ടോക്കാർക്കും അറിയാം. ഓക്കെ, ഇനി എറണാകുളം മെയിൻ ഹോൾസെയിൽ ടെക്സ്റ്റൈൽ മാർക്കറ്റിന്റെ കുറച്ച് റോഡുകളുടെ പേര് പറഞ്ഞുതരാം. ഗോപാലപ്രഭു റോഡ്, കോൺവെന്റ് ജംഗ്ഷൻ റോഡ്, മാർക്കറ്റ് റോഡ്, പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ്, അല്ലെങ്കിൽ മേനക ബസ് സ്റ്റോപ്പ്, MG റോഡ്, ഷെനാസ് വഴിക്കുള്ള വഴി, ഇതൊക്കെയാണ് മെയിനായിട്ട്. പ്രസ് ക്ലബ് റോഡ്, പിന്നെ ഫ്ലവർ ജംഗ്ഷൻ, ഇതൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് അടുത്തുള്ളത്. ഇനി തുണികൾ മാത്രമല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹോൾസെയിൽ ആയിട്ട് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈക്ക് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ലേസിന്റെ ഡെക്കറേറ്റ് ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനെ എല്ലാതും ഇതിന്റെ ചുറ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സർവീസും പക്ക, കാരണം ഏത് ജില്ലയിൽ വന്നാലും ട്രാൻസ്പോർട്ട് ഭയങ്കര പക്ക ഇതിൽ പോയിക്കൊണ്ടിരിക്കണം. ഏത് ജില്ലയിലേക്ക് എത്രയും പെട്ടെന്ന് സാധനം ഇവിടുന്ന് പോകാനുള്ള സൗകര്യം എല്ലാ സംവിധാനം ഇവിടെ ഉണ്ട്. ഒരുപാട് പാർസലുകൾ ഉണ്ട് ഇവിടെ. ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് നാളെ കിട്ടും. നാളെ സാധനം കിട്ടും. നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് എന്നുവെച്ചാൽ നിങ്ങളുടെ വീട്ടിലാണോ അഡ്രസ് ആണ്? ഏത് അഡ്രസ് കൊടുക്കുക? തിരുവനന്തപുരം വരെ സാധനം പക്കയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എറണാകുളം മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ്. എല്ലാവരും കൂടി ഇത്ര നേരം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് തന്നതിന് KTGA. എല്ലാവരും KTGA എവിടെ? എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. ഇതൊക്കെയാണ് KTGA. പിന്നെ ഇവരെല്ലാവരും ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അടിപൊളി. KTGA എറണാകുളം ഹോൾസെയിൽ ടെക്സ്റ്റൈൽ മാർക്കറ്റ്.